ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും നമസ്കാരം. ആദ്യമായി ഈ ദിനം നമ്മൾക്ക് തന്ന ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു രണ്ടുപേരി പ്രാർത്ഥന ഞാൻ ചൊല്ലുന്നതാണ്. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പോക്കം നിൻ പാദതാരിൽ താണേറ്റ വച്ചു നമിക്കുന്നു ഞങ്ങൾ. ലോകാസമസ്ത സുഖിനോ ഭവന്തു. ഈ മന്ത്രമീ ലോകമെങ്ങും മുഴങ്ങാൻ വിജ്ഞാന ദീപം ചിരതകി നേരായ മാർഗം തെളിക്കേണമേ നീ. കാണായ ലോകങ്ങൾ കാക്കുന്ന ദേവാ, കാരുണ്യ സിന്ധു നമിക്കുന്നു ഞങ്ങൾ. കരളിന്റെ പൂക്കൾ നിൻ പാദതാരിൽ കാണിക്ക വച്ചു നമിക്കുന്നു ഞങ്ങൾ. എന്തൊരു കാര്യം നമ്മൾ തുടങ്ങുമ്പോൾ ഒരു ഈശ്വര പ്രാർത്ഥനയോട് കൂടി തുടങ്ങുന്നത് നല്ലതാണ്. ഓക്കെ, താങ്ക് യു. അപ്പൊ ഞാൻ എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് സിന്ധു. ഞാൻ 5G ഇന്റർനാഷണൽ ടീമില് NIT ടീമിലൂടെ വർക്ക് ചെയ്യുന്നു. എൻ്റെ സ്വദേശം കോഴിക്കോടാണ്. ഞാന് ഈ ബൈറ്റോറിയ ഇതിലേക്ക് വരാനുണ്ടായ സാഹചര്യം ഹസ്ബൻഡിന്റെ പേര് സത്യൻ. അദ്ദേഹമാണ് കൂടുതലായിട്ട് വർക്ക് ചെയ്യാറ്. ഞാന് സൈഡായി ID ഒക്കെ അടിച്ച് അങ്ങനെ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങള് പ്രൊഡക്റ്റ് വാങ്ങിയ സമയത്ത് അദ്ദേഹം അമ്മയ്ക്കാണ് വാങ്ങിയത്. അപ്പൊ ഉറക്കക്കുറവിന്റെ ഒക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അത് വാങ്ങി ഉപയോഗിച്ചു. നല്ല രീതിയിൽ റിസൾട്ട് കിട്ടി. അതിനുശേഷം എനിക്കും വാങ്ങി. പിന്നെ ഞങ്ങള് ഫാമിലി പാക്ക് ഒന്നായിട്ട് അങ്ങനെ വാങ്ങി ഉപയോഗിക്കുകയാണ്. നല്ല റിസൾട്ടാണ് ഞങ്ങൾ കിട്ടിയത്. അപ്പൊ ആദ്യമൊന്നും ഈ BOP സെന്ററിലൊന്നും ഞാൻ പോയിട്ടില്ല. ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ അറിവൊന്നുമില്ല. പിന്നെ ഞങ്ങൾ അതിന് BOP ബിസിനസ് ആയിട്ട് ഏറ്റെടുത്ത് അങ്ങനെയാണ് ഇതിലേക്ക് വന്നത്. അപ്പൊ ഓരോരുത്തരുടെ റിസൾട്ടും അനുഭവങ്ങളും മനസ്സിലാക്കി പഠിച്ച് അങ്ങനെ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. അപ്പം എല്ലാവർക്കും ഒരു എന്താ പറയാ റിസൾട്ട് നൽകുന്ന ഈ ഒരു പ്രോഡക്റ്റ് ആദ്യം എല്ലാവരും പറയും ഡോക്ടേഴ്സിനെയാണ് നമ്മൾ എല്ലാത്തിനും എന്തൊരു അസുഖത്തിനും നമ്മൾ അവരെ അനുവാദമാണ്. അപ്പൊ ഇത് സാധാരണ ഒരു വ്യക്തിക്ക് പോലും പറഞ്ഞ റിസൾട്ട് കിട്ടുമ്പോൾ അതില് വിദ്യാഭ്യാസമോ വിവരമോ അല്ല. അത് അസുഖം മാറുമ്പം അവർക്ക് അത് മനസ്സിൽ ഉൾക്കൊണ്ട് അവർ ആ ബിസിനസ്സിലേക്ക് തയ്യാറായി വരുന്നു. ബിസിനസ്സിലേക്ക് വരുന്നവരാണ് ഇതില് കൂടുതലും നല്ലൊരു രീതിയിൽ മുന്നേറാൻ പറ്റുന്നത്. കസ്റ്റമറായി നിൽക്കുമ്പോൾ ചിലവർ അത് കുറച്ച് ഉപയോഗിക്കും. അങ്ങനെ എന്നാലും നമ്മൾ ഫോളോ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് ഈ പ്രൊഡക്റ്റ് നമ്മുടെ കൈകളിലേക്ക് എത്തിച്ച നമ്മുടെ MD ഡോക്ടർ സാഗർ ജോഷി, അദ്ദേഹത്തിന് ഒരു വലിയൊരു നമസ്കാരവും നന്ദിയും നമ്മൾ അറിയിക്കേണ്ടതുണ്ട്. എത്രയോ ജനങ്ങൾക്ക് ഇതിലൂടെ ഹെൽത്തിനും വെൽത്തും നേടിക്കൊടുത്തുകൊണ്ട് നല്ലൊരു വിജയത്തിലേക്ക് കേരളത്തിലെ ജനതയെ, ഇന്ത്യയിലെ മൊത്തം ജനതയുണ്ടെങ്കിലും കേരളത്തില് പ്രത്യേകിച്ച് നമുക്ക് അഭിമാനമാണ്. അപ്പോൾ ഈ ഒരു പ്രൊഡക്റ്റിന്റെ ഇത് കേരളത്തിലേക്ക് നമുക്ക് കൈകളിലേക്ക് എത്തിച്ചെന്ന നമ്മളെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറിനും അതോടൊപ്പം നന്ദി അറിയിക്കുകയാണ്. കൂടാതെ ഇന്ന് നമുക്ക് ഈ ബിസിനസ് അവസരങ്ങളിലേക്ക് നമ്മൾ കയറി വരുമ്പോൾ സാധാരണ ഒരു വ്യക്തിക്ക് പെട്ടെന്നൊരു ലീഡറായി മാറാനൊന്നും പറ്റില്ല. ഓരോ ഘട്ടങ്ങളും പഠിച്ച് അറിഞ്ഞുകൊണ്ട് മുന്നേറി അങ്ങനെ വരികയാണ്. അപ്പോ അതില് ആദ്യമായിട്ട് നമുക്ക് എങ്ങനെയാണ് ഇതിന്റെ ലീഡർഷിപ്പ് എന്നുള്ള ക്വാളിറ്റിയും നമ്മളെങ്ങനെ ഒരാളോട് ബിഹേവ് ചെയ്യണം എന്നുള്ളതിനെ കുറിച്ചൊക്കെ ഇന്ന് നമുക്ക് ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ഒരു ഗ്രേറ്റ് ലീഡർ. അദ്ദേഹത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എപ്പോഴും നല്ല എനർജറ്റിക് ആയിട്ട് നല്ല ആവേശത്തോടും ചിരിച്ചുകൊണ്ടും എല്ലാവരോടും ഇടയിലും വരുന്ന 5G ഇന്റർനാഷണലിന്റെ ഗ്രേറ്റ് ലീഡർ മെന്ററുമായിട്ട് ഉള്ള ഹംസ സാറാണ്. അദ്ദേഹത്തെ ഞാൻ ഈ വേദിയിലേക്ക് വെൽക്കം ചെയ്യാണ്. സർ, വെൽക്കം ഹംസ സർ. താങ്ക് യു സിന്ധു മേഡം. എല്ലാ പ്രിയപ്പെട്ടവർക്കും നല്ലൊരു ശുഭദിനം. വളരെ സന്തോഷമുണ്ട്. നമ്മളെ സിന്ധു മേഡം ആ ഒരു പ്രാർത്ഥനാ ഗീതമൊക്കെ അല്ലെ വളരെ ദൈവ ചിന്തയോടുകൂടെ സ്റ്റാർട്ട് ചെയ്തു.
എന്തായാലും ജീവിതാനുഭവങ്ങൾ അല്ലെ, നമുക്ക് ഈ ബയോട്ടോറിയത്തിൽ വരുമ്പോൾ ഒരുപാട് അനുഭവങ്ങളും ഒരുപാട് വ്യക്തികളും നമുക്ക് അല്ലെ വന്നു ചേരും. നമ്മളൊരു എപ്പോഴും പറയും അല്ലെ, ആരാ ലീഡർ എന്ന് ചോദിക്കുമ്പോൾ നമ്മളാണിത് പറയാൻ കഴിയണമെന്ന് നമ്മളെ ലീഡേഴ്സൊക്കെ നമ്മോട് പറയാറുണ്ട്. മാതൃകയായിട്ട് നമ്മൾ കാണിച്ചു കൊടുക്കണം എന്നൊക്കെ പറയാറുണ്ട്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. കൃത്യം 6 മണിക്ക് തന്നെ നമ്മുടെ ഈ ഒത്തുചേരല് വളരെ സന്തോഷത്തോടുകൂടെ പുഞ്ചിരിയോടുകൂടെ ഇരിക്കുന്ന നമ്മളെ ലീഡേഴ്സിനൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ചില ആളുകളൊക്കെ ബെഡിൽ കിടന്നുകൊണ്ട് നോക്കുന്നുണ്ട്. എന്തായാലും എവിടെയാണെങ്കിലും നമ്മൾ ആ മൈക്കൊക്കെ ഓൺ ചെയ്ത് കേൾക്കുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്. അതേപോലെ നമ്മൾ സംസാരിക്കുമ്പോൾ ഒന്ന് റെസ്പോണ്ട് ചെയ്യുമ്പോഴൊക്കെ നമുക്കൊരു വളരെ ഒരു ഊർജവും സന്തോഷമൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മളൊരു ഫാമിലി ആണല്ലോ. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഒക്കെ സഹായിച്ചും നമ്മുടെ അറിവില്ലായ്മയൊക്കെ തിരുത്തിക്കൊണ്ടൊക്കെയാണല്ലോ പരസ്പരം മുന്നോട്ട് പോകേണ്ടത്. അപ്പോ എല്ലാവരും പൂർണ്ണമായ അറിവുള്ളവരല്ല. എന്നാലും പ്രിയപ്പെട്ടവരെ, നമുക്കറിയുന്ന ചില കാര്യങ്ങളൊക്കെ നമ്മൾ പരസ്പരം പങ്കുവെക്കാൻ തയ്യാറാവണം. അതുപോലെ എനിക്കറിയുന്ന ഈ കുഞ്ഞു കുഞ്ഞു അറിവുകളൊക്കെ നിങ്ങൾക്കും പകർന്നു തരാൻ വേണ്ടിയിട്ടാണ് എളിയവൻ നിങ്ങളുടെ മുമ്പിലിരിക്കുന്നത്. നമ്മൾ ലീഡർ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ലീഡർഷിപ്പ് എന്ന് പറയുമ്പോൾ നമ്മളിൽ ഉണ്ടാവേണ്ട ചില കഴിവുകളും പ്രവൃത്തികളും ഒക്കെ ഉണ്ട്. അപ്പോ ഈ ലീഡർ എന്ന് പറയുമ്പോൾ അതില് അല്ലെ LEADER അല്ലെ, ഇതാണല്ലോ ലീഡർ. ഒരു ലീഡറിന്റെ ഫുൾ ഫയലും നമ്മൾ ഇവിടെ ചെയ്യുന്ന ബിസിനസ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണല്ലോ. അതിൽ നമുക്ക് അഭിമാനമുള്ളത് ഇന്ന് ഇന്ത്യയിൽ അല്ലെങ്കിൽ ഏഷ്യയിൽ തന്നെ പറയാം, ഏറ്റവും നല്ല ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലാണ് നമ്മളുള്ളത്. ഒരു സംശയമുണ്ട്? അങ്ങനെ എന്തെങ്കിലും സംശയമുള്ളവരൊക്കെ ഒന്ന് പറയാട്ടോ. നമുക്ക് ആ സംശയങ്ങളൊക്കെ കൈയോടെ നമുക്ക് തീർക്കാൻ പറ്റും. ചില ആളുകൾക്കൊക്കെ ഡെയിലി എന്ത് ചെയ്യുന്നുണ്ട്, പല കമ്പനിയുടെ ലിങ്ക് വരുന്നുണ്ട്. എന്നോട് പറഞ്ഞു, ഇപ്പൊ ഒരു ലിങ്ക് വന്നു, മീറ്റിംഗിൽ കയറാൻ പറയുന്നു എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാൻ പറയുന്നത്, ഏഷ്യയിലെ തന്നെ ഏറ്റവും നമ്പർ 1 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആയിരിക്കും ചിലപ്പോൾ ഒരു റിസർച്ച് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബയോട്ടോറി. എന്തായാലും ഇന്ത്യയിലെ ഏറ്റവും നമ്പർ 1 മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് ആണ് ഈ ബയോട്ടോറി. അതിൽ നമുക്കൊരു അഭിമാനമുണ്ട്. അങ്ങനെയുള്ള ഒരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്യുമ്പോൾ നമ്മളിലൊരു കുറച്ച് ക്വാളിറ്റി ഒക്കെ ഉണ്ടാവണല്ലോ. അപ്പൊ ഞാൻ ഈ പറയുന്നത്, ഈ ലീഡർ എന്നുള്ള പറയുന്നതില് നമ്മൾ എൽ എന്ന് പറയുമ്പോൾ ലോയൽ, ഒരു വിശ്വസ്തനാവും അല്ലെ. വിശ്വസ്തനാവണ്ടേ? ആരൊന്നും കണ്ടില്ല. നമ്മളില്ലേ വിശ്വസ്തനാവണം, ഒരു ലോയൽ ആവണം. വിശ്വസ്തത ഇല്ലെങ്കിൽ കഴിഞ്ഞുവല്ല. കള്ളന്മാർക്ക് കൂടുതൽ ഉയരാനൊന്നും കഴിയില്ല, അവർ കള്ളനല്ലേ വിളിക്കുള്ളൂ എല്ലാവരും. നേരെ മറിച്ച് നമ്മൾ വിശ്വസ്തനാണെങ്കിൽ നമുക്ക് എന്തൊക്കെ ഉണ്ടാവും? ബഹുമാനം ഉണ്ടാവും. നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റുള്ളവർ അംഗീകരിക്കും. നമുക്ക് എവിടെയും എന്ത് ചെയ്യും, ഒരു ആത്മവിശ്വാസത്തോടുകൂടെ സംസാരിക്കാനും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ കൂടുതൽ തിളങ്ങാനും നമുക്ക് സാധിക്കും. എവിടെയും നമുക്കൊരു സ്ഥാനം ഉണ്ടാവും അല്ലെ. ഒരു വിശ്വസ്തൻ എന്ന് പറയുമ്പോൾ അത് വളരെ വലിയൊരു കാര്യമാണ്. അപ്പൊ നമ്മൾ പ്രിയപ്പെട്ടവരെ, നമ്മൾ ഈ എൽ എന്ന് പറയുന്നത് ലീഡർ എന്നുള്ളതിൽ വിശ്വസ്തനാവുക എന്നുള്ളതാണ്. അതൊക്കെ ഏതൊക്കെ തരത്തിൽ വിശ്വസ്തനാവാം, അതൊക്കെ നിങ്ങൾ കൂട്ടി വായിച്ചാൽ മതി, പൂരിപ്പിച്ചാൽ മതി. നമ്മളുടെ ഈ ബിസിനസ്സുമായിട്ടാണ്, കുടുംബത്തിനൊക്കെ ആകുമ്പോൾ അതൊക്കെ ഏതൊക്കെയാണെന്നുള്ള രീതിയിൽ നമുക്കത് കൂട്ടി വായിക്കാം. പിന്നെ ഈ എന്ന് പറയുമ്പോൾ എനർജറ്റിക് ആവണം അല്ലെ. എനർജറ്റിക് ആവണം. എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളവരോ, ഞാൻ എപ്പോഴും എനർജറ്റിക് ആയിട്ട് ആവാൻ ഞാൻ ശ്രമിക്കാറുണ്ട് കഴിയുന്നതും. കാരണം എനർജറ്റിക് അല്ലാത്തൊരു വ്യക്തിയെ ഉറക്കമൊക്കെ തൂങ്ങിയിട്ട് എന്താ പറയാ, മുഖമൊന്നും കഴുകാതെ കണ്ണിലൊക്കെ പേളൊക്കെ കെട്ടി ഒരു ഞാൻ നിങ്ങളെ മുമ്പിൽ ഇങ്ങനെ വന്നിരുന്ന് കഴിഞ്ഞാൽ ഇതാ നൈനാമ്മയോടൊക്കെ നോക്കി ചിരിക്കുന്നുണ്ട്.
അപ്പൊ വലിയ സന്തോഷമൊന്നും ഉണ്ടാവില്ല അല്ലെ. ഒരു എനർജറ്റിക് ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ചിരിക്കുന്ന ഒരു ഫേസ് ഒക്കെ ആയിട്ട് നമ്മൾ മുന്നിലുണ്ടെങ്കിൽ അതൊരു വലിയൊരു സന്തോഷമാണ്. മറ്റുള്ള നേരെ മറിച്ച് ഒരു എനർജറ്റിക് അല്ലാത്തൊരു വ്യക്തി, ഒരു ഉന്മേഷവാനല്ലാത്തൊരു വ്യക്തിക്ക് പോലും നമ്മളൊരു എനർജറ്റിക് ആയിട്ട് അദ്ദേഹത്തിന്റെ ഒരു കൈയൊക്കെ ഒന്ന് പിടിച്ച് ഒരു സന്തോഷത്തോടെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അവൻ തന്നെ ഒരു എനർജിയാവും. വെറുതെ പറയല്ല. നിങ്ങൾക്ക് അങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. വളരെ പ്രയാസപ്പെട്ട് ഗ്ലൂമിയൊക്കെ ആയിട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയോട് നമ്മൾ വളരെ ആത്മവിശ്വാസം കൊടുത്ത് ഒരു എനർജറ്റിക് ആയിട്ട് ഒരു ഉന്മേഷവാനായിട്ട് നമ്മൾ അദ്ദേഹത്തെ സമീപിച്ചു കഴിഞ്ഞാൽ അവനും ഒരു എനർജറ്റിക് പേഴ്സൺ ആയിട്ട് മാറും അല്ലെ. അങ്ങനെ തന്നെയാണ് ആണല്ലോ. അപ്പൊ ഇത് നമ്മൾ എപ്പോഴും നമ്മളൊരു ടീം ലീഡർ ആവുമ്പോൾ വിശ്വസ്തനും എനർജറ്റിക്കും ആവുക എന്നുള്ളത് ഇതിൽ വളരെ വലിയൊരു കാര്യം. നമ്മൾ ഊർജ്ജസ്വലനായിക്കൊണ്ട് നമ്മൾ ഏത് പ്രവൃത്തി എന്ത് ചെയ്യുമ്പോഴും നമ്മൾ അതിനോട് ഒരു എന്താ പറയാ ഒരു ഉന്മേഷത്തോടു കൂടെ, ഒരു ആവേശത്തോടു കൂടെ, ഒരു സന്തോഷത്തോടു കൂടെ, ഒരു പ്രസന്നവതനായിട്ട് നമ്മൾ സമീപിക്കുമ്പോൾ അതിന് വളരെ വലിയ ഒരു സ്വീകാര്യത കിട്ടും. അത് നമ്മളൊരു ലീഡർഷിപ്പിലേക്ക് വരുന്നതിന് ഏറ്റവും നല്ലൊരു ക്വാളിറ്റിയാണ് നമ്മൾ എനർജറ്റിക് ആയിട്ടിരിക്കുക എന്നുള്ളത്. പിന്നെ അക്കൗണ്ടബിൾ ആയിരിക്കുക അല്ലെ. ഉത്തരവാദിത്വ ബോധമുണ്ടോ അല്ലെ. ഉത്തരവാദിത്വ ബോധം വേണം. ഉത്തരവാദിത്വ ബോധം ഇല്ലെങ്കിൽ കഴിഞ്ഞു അല്ലെ. കുടുംബത്തിലാണെങ്കിലും ചില ആളുകളൊക്കെ പറയാറില്ലേ, ആ മനുഷ്യനോട് ഇറങ്ങിപ്പോയി, ഒരു ഉത്തരവാദിത്വമല്ല കുടുംബത്തിൽ. ഞാൻ മീൻ മേടിക്കാൻ പറഞ്ഞാൽ മീൻ മേടിച്ചിട്ടില്ല, ഇന്ന് വൈകിട്ട് ഇതുണ്ട്, അവര് വിരുന്നുകാരൊക്കെ വരാന്ന് പറഞ്ഞിരുന്നു, അവിടെ ഇറങ്ങിപ്പോയതാണ്. ഒരു ഉത്തരവാദിത്തമല്ല, കുടുംബത്തിലൊരു ഒരു സന്തോഷമല്ല അല്ലെ. അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടാവും. പല ആൾക്കാർക്കും അങ്ങനെയൊക്കെ അനുഭവം ഉണ്ടാവും കുടുംബത്തില് അല്ലെ. അപ്പോ ഉത്തരവാദിത്വ ബോധം ഇല്ലെങ്കിൽ പിന്നെ ഇതൊന്നും ഉണ്ടായിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമുക്ക് എന്ത് ചെയ്യണം, അക്കൗണ്ടബിൾ ആയിട്ട് കാര്യങ്ങള് വിലയിരുത്തി ഒരു എന്താ പറയാ നമ്മൾ എന്തൊക്കെയാണ് ചെയ്തത്, ആ ചെയ്യുന്ന പ്രവൃത്തി വിജയിക്കുന്നുണ്ടോ, അത് നമ്മൾ എന്താണോ നമ്മൾ ചെയ്യുന്ന ആ കാര്യത്തില് പൂർണ്ണമായ ആത്മാർത്ഥതയോടുകൂടെ ഉത്തരവാദിത്വത്തോടുകൂടെ അത് നിർവഹിച്ചാൽ മാത്രമാണ് ഒരു ലീഡർഷിപ്പിലേക്ക് ഒരു വ്യക്തിക്ക് വരാൻ കഴിയും. അപ്പൊ എന്ത് ചെയ്യണം, നമ്മളതായിട്ടുള്ള ഒരു ലീഡർഷിപ്പ് നമ്മുടെ ടീമാംഗങ്ങളെ ബോധ്യപ്പെടുത്തണം. ചില ആളുകളുണ്ട് പ്രവൃത്തിയുമായിട്ട് യാതൊരു ബന്ധം ഉണ്ടാവില്ല, കുറെ കഥാപ്രസംഗം നടത്തും. ലിസ്റ്റ് മേക്ക് ചെയ്യണം എന്ന് പറയും, ലിസ്റ്റ് മേക്ക് ചെയ്തിട്ടുണ്ടാവില്ല. പിന്നെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടാവും, ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇതിനൊക്കെ കുറിച്ചിട്ട് ഭയങ്കരമായിട്ട് വാചാലമായിട്ട് സംസാരിക്കും. കാരണം സ്വന്തം ഉത്തരവാദിത്വം നിറവേറ്റാതെ മറ്റുള്ളവനോട് പ്രസംഗം നടത്തി കഴിഞ്ഞാൽ അത് വലിയ ഒരു ആരും അംഗീകരിക്കുക, അത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂല. അപ്പൊ നമ്മളുടെ ഉത്തരവാദിത്വം നമ്മൾ നിറവേറ്റിക്കൊണ്ട് ഇത് നമ്മളുടെ അംഗങ്ങളെ, നമ്മുടെ ടീമിനെ, അല്ലെങ്കിൽ നമ്മൾ ആരെയാണോ അത് നമ്മൾ എന്ത് ചെയ്യണം, അത് ബോധ്യപ്പെടുത്തല്, അല്ലെങ്കിൽ ഒരു ഉത്തരവാദിത്വമുള്ള ഒരു വ്യക്തിത്വമാണ് നമ്മൾ എന്നുള്ള ഒരു കാഴ്ചപ്പാട് അവരിൽ ഉണ്ടാക്കിയെടുക്കല് വളരെ അത്യാവശ്യമാണ് പ്രിയപ്പെട്ടവർ. ആണോ അല്ലേ? ശരിയാണോ? ഇടയ്ക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഓരോ തമ്പും ഇതൊക്കെ അങ്ങനെയൊക്കെ വിടാം. അപ്പൊ നമ്മളിങ്ങനെ നമ്മളെ എനർജി ഇങ്ങനെ കൂടുതൽ വർദ്ധിച്ചു വരും. ശരിയാ, അങ്ങനെയാണത്. കാരണം നമ്മള് ഒക്കെ അല്ലെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പ്രോത്സാഹിപ്പിക്കുമ്പോഴാണ് നമുക്ക് ഒരു സന്തോഷം ഉണ്ടാവുക. പിന്നെ ഡിറ്റർമൈൻ, നിശ്ചയദാർഢ്യം, ഇതൊക്കെ കൂട്ടി വായിക്കേണ്ട കാര്യം. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുക, ഒരു നിശ്ചയദാർഢ്യമുള്ളവനാകുക, അത് വളരെ വലിയൊരു കാര്യമാണ് അല്ലെ. രണ്ട് തോണിയിൽ കാല് കുത്തിക്കൊണ്ട് നിന്നാൽ എന്താ സംഭവിക്കുക? നമ്മൾ ചെയ്യുന്ന കാര്യത്തില് നിശ്ചയദാർഢ്യത്തോടെ ഉറപ്പോടുകൂടെ, ഒരേ മനസ്സോടുകൂടെ, ഒരൊറ്റ കെട്ടുറപ്പോടുകൂടെ നിൽക്കുമ്പോൾ അതിനൊരു പവർ വേറെയാണ്. ഒരു ലീഡർക്ക് വേണ്ടുന്ന ഒരു ക്വാളിറ്റിയാണ് നമ്മൾ ചെയ്യേണ്ട കാര്യം നിശ്ചയദാർഢ്യത്തോടുകൂടെ അത് ചെയ്യുക. ഡിറ്റർമൈൻഡ്. അത് വേണമെങ്കിൽ ഒക്കെ ഒന്ന് കുറിച്ചെടുക്കുക കേട്ടോ. ഒക്കെ ഒന്ന് കുറിച്ചെടുക്കുന്നത് നല്ലതാണ്. അത് നമുക്കറിയുന്ന
എളിയ അറിവാണെങ്കിലും അല്ലെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പകരുമ്പോൾ, അല്ലെങ്കിൽ ഞാനിത് നിങ്ങൾക്ക് പകർന്നു തരുമ്പോഴാണ് എനിക്ക് കൂടുതൽ അറിവുണ്ടാവും. അങ്ങനെയാണല്ലോ കാര്യങ്ങൾ. നമ്മളിതൊക്കെ ഒരു പരിശീലനമാണ്. പ്രിയപ്പെട്ടവരെ, നമ്മളൊരു നിശ്ചയദാർഢ്യം, ഒരു ഉറപ്പില്ലാത്ത എന്ത് ചെയ്തു കഴിഞ്ഞാലും അതിൽ വിജയിക്കൂല, അല്ലെങ്കിൽ നമുക്കൊരു ലീഡറായിട്ട് മാറാൻ കഴിയൂല എന്നുള്ളതാണ്. എന്തിലൊക്കെ നമുക്ക് വേണം, നമ്മളിലൊരു വിശ്വാസമാണ് അല്ലെ, നമ്മളൊരു ലീഡറാണ്, നമുക്കതിന് കഴിവുണ്ട്. നമ്മൾ ഈ ബയോട്ടോറിയാണ് ചെയ്യുന്നത്. ആ ബയോട്ടോറി എന്ന് പറയുന്ന ഈ കമ്പനി, അതിനകത്തുള്ള ഓരോ കാര്യങ്ങളും വളരെ വിശ്വസ്തയോടുകൂടെ നമ്മൾ അംഗീകരിച്ചുകൊണ്ട് വ്യതിചലിക്കാതെ മുന്നോട്ട് പോവുക. ഇത് ഒരു ലീഡർഷിപ്പിലേക്ക് വേണ്ടുന്ന ക്വാളിറ്റിയാണ്. അത് നമ്മൾ ഈ ബിസിനസ്സുമായി മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഏറ്റവും വലിയൊരു കാര്യമാണ് ഈ റെസ്പോൺസിബിലിറ്റി എന്നുള്ള കാര്യം. അതായത് ഇതിനകത്തുള്ള നിശ്ചയദാർഢ്യം, ഡി എന്നുള്ള ഡിറ്റർമൈൻഡ് എന്ന് പറയുന്ന ഈ ഒരു കാര്യം. അതുപോലെ എമ്പതറ്റിക് ആവുക. എമ്പതറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സഹാനുഭൂതി ഉള്ള അല്ലെ, കുറച്ച് ദയയും ദാക്ഷിണ്യൊക്കെ വേണം നമുക്ക്. ചില ലീഡർമാരുണ്ട്, നമ്മളിലല്ല, ചില ലീഡർ ഉണ്ട്, ഒരു വീട്ടിലൊക്കെ കയറി ചെന്ന് കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, വളരെ നാല് പുറത്ത് നോക്കിയിട്ട് ഒരു എന്താ പറയാ, ഒരു അഹങ്കാരം ധ്വനിക്കുന്ന ആക്ഷനൊക്കെ, അഹങ്കാരം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ. നമ്മൾ ഒരു വീട്ടിലേക്ക് കയറി, ഞാൻ വലിയൊരു ലീഡറാണ്, ഞാൻ വലിയൊരു സംഭവമാണെന്നൊക്കെ തോന്നിക്കുന്ന രീതിയിലെ ഡയലോഗ് അടി. നമുക്ക് എന്ത്, ആ വീട്ടുകാരന് എന്ത് ലീഡർ, എന്ത് പിന്നെ 1 കോടി 3 കോടി മേടിച്ച ആള്, ഇങ്ങനെയൊന്നുമില്ല. അപ്പൊ ആ വീട്ടിൽ ചില പല തരത്തിലുള്ള സിറ്റുവേഷൻ ആയിരിക്കും നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ചിലപ്പോ അവിടെ രോഗി ഉണ്ടാവും, അല്ലെങ്കിൽ നമ്മളെക്കാളൊക്കെ ഉയർന്ന വ്യക്തിത്വമുള്ള ഒരു വ്യക്തിയായിരിക്കും. നമ്മളിവിടെ 1 കോടി മേടിച്ചു, മറ്റേത് വാങ്ങിച്ചു, ഇങ്ങനെ വാങ്ങിച്ചു എന്ന് പറയാൻ അവർക്ക് അതൊന്നും വലിയൊരു കാര്യമൊന്നും ആവില്ല. അപ്പൊ നമ്മൾ അവിടെ ഒരു പാവപ്പെട്ടവന്റെ വീട്ടിലേക്കാണ് നമ്മൾ പോയിട്ടുള്ളെങ്കിൽ, അതല്ലെങ്കിൽ നമ്മുടെ ടീം അംഗങ്ങളിലുള്ള ആളുകളാണെങ്കിൽ അവരോട് ഒരു എമ്പതറ്റിക് ആയിട്ട്, ഒരു സഹാനുഭൂതിയോടുകൂടെ, ഒരു കരുണയോടുകൂടെ ഉള്ള പ്രവർത്തനത്തിൽ മാത്രമാണ്, പ്രിയപ്പെട്ടവരെ, ഒരു സ്നേഹത്തോടുകൂടെയുള്ള പ്രവർത്തനത്തിൽ മാത്രമാണ് ഒരു ടീം ലീഡറായി നമുക്ക് നിൽക്കാൻ കഴിയുള്ളൂ. അതുണ്ടെങ്കിൽ മാത്രമാണ് അണികളും നമ്മുടെ കൂടെ ഉണ്ടാവും. നമ്മുടെ സംസാരത്തിലാണെങ്കിലും പ്രവൃത്തിയിലാണെങ്കിലും അവരെ നമ്മൾ സ്നേഹിക്കുന്നുണ്ട്, അവരോട് പ്രത്യേക കെയറിങ് ഉണ്ട് എന്ന് നമ്മൾ അവർക്ക് തോന്നിയാൽ മാത്രമാണ് അവര് നമ്മുടെ കൂടെ നിൽക്കുന്നത്. അത് പ്രവൃത്തിയുടെ ആണ് അല്ലെ, നമ്മൾ പ്രവൃത്തിയിലൂടെ കാണിച്ചു കൊടുക്കണം. അവന്റെ പ്രശ്നങ്ങളൊക്കെ നമ്മൾ കേൾക്കാൻ റെഡി ആവണം. ഇപ്പൊ നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത നമ്മളെ പ്രിയപ്പെട്ടവരുണ്ടാവും, അവര് ചിലപ്പോ ബിസിനസ്സിലൊന്നും കാണാത്ത സമയത്ത് നമ്മൾ എന്താ മീറ്റിങ്ങിലൊന്നും കയറിയില്ലല്ലോ, അല്ലെങ്കിൽ കുറച്ചായാലോ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ട്, നിങ്ങളുടെ കാര്യങ്ങൾ എന്താ ഇങ്ങനെ അങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ഷൗട്ട് ചെയ്യല്ല. അവരുമായി ഒന്ന് സ്നേഹത്തോടു കൂടെ ഇരുന്ന് സംസാരിച്ച് അവരുടെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് കേട്ട് മുന്നോട്ട് പോയി അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്ത് കൊടുക്കുമ്പോഴാണ്, പ്രിയപ്പെട്ടവരെ, നമ്മളൊരു ലീഡറായി മാറാം. ഇത് രാഷ്ട്രീയത്തിലെ ലീഡർ അല്ല, ഇത് ഒരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ലീഡർഷിപ്പ്. രാഷ്ട്രീയത്തിൽ പിന്നെ പല സംഭവങ്ങളുണ്ടല്ലോ, ഒരു ലീഡർ ആവാൻ അധികം ഒന്നും വേണ്ട, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് പ്രവർത്തിച്ചാൽ മതി. കുറെ എല്ലാ രാഷ്ട്രീയക്കാരും അങ്ങനെയാണ് അല്ല പറയുന്നത്, കുറെയൊക്കെ തെറ്റായ രീതിയിലൊക്കെ പോകുന്ന ഇതുണ്ട് പൊളിറ്റിക്സിൽ. അപ്പൊ ഇത് പൂർണ്ണമായിട്ടും നമ്മൾ ഈ ഒരു ലീഡർഷിപ്പിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റൊരു ടീം നമ്മളെ നോക്കി കണ്ട് മുന്നോട്ട് വരണമെന്നുണ്ടെങ്കിൽ, നമുക്ക് ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് വളരെ അത്യാവശ്യമാണ്. എന്തൊക്കെ നമ്മൾ കുറച്ച് ചെറിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ലോയൽ, അതായത് വിശ്വസ്തനാവുക, അതേപോലെ തന്നെ എനർജറ്റിക് ആവുക അല്ലെ, അതെ, അക്കൗണ്ടബിൾ, ഉത്തരവാദിത്വ ബോധമുള്ളവനാകുക, ഡിറ്റർമൈൻഡ്, നിശ്ചയദാർഢ്യമുള്ളവനാകുക അല്ലെ, അതേപോലെ സഹാനുഭൂതിയുള്ളവനാകുക. ഒരു വളരെ സ്നേഹത്തോടു കൂടെയുള്ള അപ്രോച്ച് വളരെ നല്ലതാണ്. ഇനിയാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം, റെസ്പോൺസിബിൾ, ഉത്തരവാദിത്വം അല്ലെ, ഉത്തരവാദിത്വം ഉള്ളവനാകണം അല്ലെ. അത് ആരോട് ഉത്തരവാദിത്വം വേണം? നമ്മളെ
കൂടെ അസോസിയേറ്റ് ചെയ്ത വ്യക്തികളോട് നമുക്ക് നമ്മോട് തന്നെ ഒരു ഉത്തരവാദിത്തം വേണം അല്ലെ. നമുക്കൊരു ലക്ഷ്യവും ഉത്തരവാദിത്തമൊക്കെ ഉണ്ടെങ്കിലാണ് നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. റെസ്പോൺസിബിൾ ഇല്ലെങ്കിൽ, ഉത്തരവാദിത്ത ബോധം ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കൂല. നമ്മളെ ഗ്രേറ്റ് ലീഡർ ഇബ്രാഹിം സാറൊക്കെ ഉണ്ട് മീറ്റിംഗിൽ. അദ്ദേഹം ഒരു അധ്യാപകനാണ്. വളരെ സന്തോഷമുണ്ട് കണ്ടതിൽ. എന്തായാലും അദ്ദേഹമൊക്കെ ഒരു ട്രെയിനറാണ്. നമ്മളെ ഇബ്രാഹിം സാറൊക്കെ കേട്ടോ. നമുക്ക് അദ്ദേഹത്തിന്റെ ഒക്കെ ട്രെയിനിങ് ഒക്കെ നമുക്ക് ഇതിനകത്ത് കിട്ടും. മംഗള സ്വദേശിയാണ് നമ്മളെ ഇബ്രാഹിം സാറ്. അദ്ദേഹത്തെ ഇപ്പൊ നമ്മളെ മീറ്റിംഗിൽ കയറിയിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. അപ്പോ റെസ്പോൺസിബിൾ, ഉത്തരവാദിത്വ ബോധം ഉള്ളവനാവുക എന്നുള്ളതാണ്. എങ്ങനെ നമ്മളൊരു ഉത്തരവാദിത്തം ഉണ്ടാവും നമുക്ക്? ആദ്യം ഒരു ഉത്തരവാദിത്തം ഉണ്ടെങ്കിൽ, വേണമെന്നുണ്ടെങ്കിൽ നമ്മോട് തന്നെ നമുക്കൊരു ഉത്തരവാദിത്തം വേണം അല്ലെ. നമ്മുടെ കുടുംബത്തോടൊരു ഉത്തരവാദിത്തം വേണം. നമ്മളാണല്ലോ നമ്മൾ കുടുംബത്തിനെ നയിച്ച് മുന്നോട്ട് പോകുന്നത്. ഈ ഉത്തരവാദിത്തം നമ്മൾ ടീമിലേക്ക് കൊടുക്കണം. അവന്റെ പ്രശ്നങ്ങളും അവന്റെ കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് അവന് വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്തു കൊടുക്കണം. ഇതൊന്നും എല്ലാം പൂർണ്ണമായ അറിവോടുകൂടെ ഒന്നല്ല ആരും ഇതിനകത്തേക്ക് വരുന്നത്. നമ്മൾ ആദ്യം ഈ കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ ഈ ബിസിനസ് കാര്യങ്ങളൊക്കെ പറയുന്ന സമയത്ത് കയ്യും നീട്ടി സ്വീകരിച്ചവരാരുമില്ല. ഉണ്ടോ? അങ്ങനെ ആരുമില്ലേ? വളരെ സ്നേഹത്തോടു കൂടെ അംസ ഒരു കാര്യം കൊണ്ട് വന്നിട്ടുണ്ട്, അവന് അവന്റെ കൂടെ നിന്ന രക്ഷപ്പെടും കാര്യങ്ങൾ, അങ്ങനെയൊന്നും അല്ലല്ലോ ആരും ഇവിടെ വന്നിട്ട്. 1 by 1 ആയിട്ട് അവരെ നമ്മളിലെ ഓരോ കാര്യങ്ങളും പറഞ്ഞ് ബോധ്യപ്പെടുത്തി അല്ലേ. നമ്മളെ ലീഡേഴ്സ് ഉണ്ട്, ഒരുപാട് ലീഡേഴ്സ് ഉണ്ട്, നല്ല കരുത്തുറ്റ ലീഡേഴ്സ്. ഇവരെയൊക്കെ നമ്മളെ ബിസിനസ്സിലേക്ക് അസോസിയേറ്റ് ചെയ്ത് 10 രൂപ ഉണ്ടാക്കി കൊടുക്കാൻ പട്ട പാടുകൾ നമുക്കേ അറിയുള്ളൂ. വലിയ പ്രയാസം. അപ്പോ നമ്മൾ അവരോട് കാണിച്ച ഒരു ഉത്തരവാദിത്തം കാരണമാണ് അവരൊക്കെ നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്തത്. എന്താണ് മൾട്ടി ലെവൽ മാർക്കറ്റിംഗിൽ നമ്മൾ ഒരു ടീമിനോട് ചെയ്യേണ്ട ഉത്തരവാദിത്തം അല്ലെ? അവരെ നമ്മൾ അസോസിയേറ്റ് ചെയ്യിപ്പിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? അവരടുത്തൊന്ന് പോയി ഇരുന്ന് എത്രയും പെട്ടെന്ന് അവരുടെ ക്രൈറ്റീരിയ ഫില്ല് ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? നമ്മൾ മുന്നോട്ട് വരണം. അവരുടെ ലിസ്റ്റൊക്കെ മേക്ക് ചെയ്ത് അതൊക്കെ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ചെയ്യിപ്പിച്ച്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതില് ലിസ്റ്റ് മേക്ക് ചെയ്ത ആൾക്കാർ തന്നെയാണോ ഇരിക്കുന്നത് നമ്മളതിനകത്തുള്ളവര് ഇതിലൊക്കെ പറയാൻ പറ്റൂല അല്ലെ. നമ്മള് വലിയ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോ അല്ലെ നമ്മൾ കൂടെ അത് ചെയ്യണല്ലോ. നമ്മള് മറ്റേ കാർഡടച്ച് വെടിവെക്കുന്ന പരിപാടിയാണ് അധികം. കാരണം വ്യക്തമായ ഒരു ലിസ്റ്റ് ഉണ്ടാവില്ല, ആരെ കാണണം എന്നുണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മളുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത വ്യക്തിയോട് നമ്മൾ പാലിക്കേണ്ടതായിട്ടുള്ള ഒരു ഉത്തരവാദിത്തം അവരോട് പറയും. നിന്നെ നമ്മൾ രക്ഷപ്പെടുത്താന്ന് പറയാം. ആ രക്ഷപ്പെടുത്താനുള്ള വഴികൾ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കുക, അതാണ് ഉത്തരവാദിത്തം. എങ്ങനെ? അവനോടൊന്ന് സ്നേഹത്തോടു കൂടെ സംസാരിച്ച് അവന്റെ കൂടെ, സത്യം പറഞ്ഞു കഴിഞ്ഞാല് ഫാമിലി ബോണസ് ആണ്ട് ഒപ്പിക്കാൻ വേണ്ടി അങ്ങോട്ട് വാങ്ങിച്ചു വെച്ചു എന്നല്ലാണ്ട്, നമ്മളെ നമ്പൂരി പറഞ്ഞ മാതിരി വാങ്ങിച്ചു വെച്ചു എന്നല്ലാണ്ട് പിന്നെ അവിടെ നമ്മള് കണ്ടിട്ടില്ല. അങ്ങനെ ആവരുത്. നമ്മുടെ കൂടെ ഒരാളെ അസോസിയേറ്റ് ചെയ്ത് കഴിഞ്ഞാല് പ്രിയപ്പെട്ടവരെ, ആ ഒരു വ്യക്തിയല്ല, വലിയൊരു സമൂഹത്തെയാണ് ആ വ്യക്തിയിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഇപ്പൊ നമുക്ക് ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ, അതുപോലെ തന്നെ ആ വ്യക്തിയുടെ അയൽവാസികൾ, സമൂഹമായി കണക്ട് ചെയ്തിട്ടുള്ള അവൻ എത്രത്തോളം ആളുകളുമായിട്ട് കണക്റ്റഡ് ആവുന്നോ ആ വ്യക്തികൾ കംപ്ലീറ്റ് നമ്മളോട് അസോസിയേറ്റ് ചെയ്യും. അപ്പൊ ഒരു വ്യക്തി ചിലപ്പോ അവനൊന്നും കഴിവില്ലാത്തവനാവും. നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെയും കഴിവളക്കുന്നവര് അളവുകോലൊന്നും അല്ല കേട്ടോ. അങ്ങനെ കൂടെ നമ്മൾ ചിന്തിക്കാം. കാരണം നമ്മൾ ഓന് കഴിവില്ലാത്ത ലീഡറാണ് ഇവൻ, അങ്ങനെ അതൊന്നും നമ്മൾ ചിന്തിക്കരുത്. അതൊക്കെ നമ്മൾ അഹങ്കാരത്തിന്റെ ഭാഷയായിട്ട് മാറും. പ്രിയപ്പെട്ടവരെ, നമ്മള് അവരോട് നിർവഹിക്കേണ്ട ഉത്തരവാദിത്വം, ഒന്നാമത് ഇതിൽ വിജയിക്കാനുള്ള ആവശ്യമായ കാര്യങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ നിർവഹിക്കണം. അതൊക്കെ മറ്റൊരു വിഷയമാണ്. ഇതൊക്കെയാണ് നമ്മൾ ഒരു ടീം ലീഡർ എന്നുള്ള രീതിയിൽ ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി ഉണ്ടാവണമെങ്കിൽ നമ്മൾ പാലിക്കേണ്ട, നമ്മൾ ചെയ്യേണ്ട
കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. ഒന്ന്, ലോയൽ. ഞാൻ വീണ്ടും അത് ആവർത്തിക്കുകയാണ്. ലോയൽ എന്ന് പറയുമ്പോൾ നമ്മൾ അത് വിശ്വസ്തനാവുക എന്നുള്ളത് വളരെ അനിവാര്യമാണ്. നമ്മൾ ഊർജ്ജസ്വലനാവുക എന്നുള്ളത് അതിലേറെ നല്ലതാണ്. കാരണം ഊർജ്ജസ്വലനായിട്ടുള്ള ഒരു വ്യക്തിയുടെ കൂടെയാണ് നമുക്ക് ഊർജ്ജസ്വലമായിട്ടുള്ള ഒരു ടീം ഉണ്ടാവുള്ളൂ. കള്ളുകുടിയന്റെ കൂടെ എന്താ പറയാ, ഏതൊരു ചെറിയൊരു കഥ പറഞ്ഞ അവിടെ കേട്ടാണ്. ഒരു കള്ളുകുടിയനെ നമ്മുടെ ടീമിലേക്ക് വന്നു. അതായത് കള്ളു കുടിക്കാത്ത, അതല്ല അങ്ങനെയല്ല ഉദ്ദേശിക്കുന്നത്, തെറ്റിദ്ധരിക്കരുത്, കുടിക്കുന്നവരൊക്കെ ഉണ്ടാവും, അതല്ല. ഒരു കള്ളുകുടിയൻ ഒരു ടീമിലേക്ക് വന്നു. അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു സർക്കിളിലുള്ള മുഴുക്കുടിയനെ കണ്ടു. ആ മുഴുക്കുടിയൻ വീണ്ടും അതിലേറെ മുഴുക്കുടിയനെ കണ്ടു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ അന്വേഷിച്ച് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ ഏറ്റവും വലിയ ലീഡർ ഷാപ്പിലാണ് കിടന്നുറക്കെന്ന് പറഞ്ഞ മാതിരി. അങ്ങനെയല്ല പറയുന്നത്. നമ്മള് ഈ പറയുന്ന പോലെ ഇതിനകത്തേക്ക് വേണ്ടുന്ന വിശ്വസ്തനാവുക, ഊർജ്ജസ്വലനാവുക, ഉത്തരവാദിത്വ ബോധമുള്ളവനാവുക, നിശ്ചയദാർഢ്യമുള്ളവനാവുക, സഹാനുഭൂതിയുള്ളവനാവുക, റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്ന വ്യക്തികളാകുക. ലോയൽ, എനർജറ്റിക്, അക്കൗണ്ടബിൾ, ഡിറ്റർമൈൻഡ്, എംപതറ്റിക്, റെസ്പോൺസിബിൾ. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ തന്നെ നമ്മളെ നോക്കിയിട്ടാണ് നമ്മുടെ ടീമാംഗങ്ങൾ അല്ലെ. മുസ്തഫ മാസ്റ്റർ പെരിന്തൽമണ്ണ, മനോജ് സാർ തൃപ്പൂണിത്തറ, നൈന മേഡം, സഫിയ മേഡം, ഇങ്ങനെയൊക്കെ അല്ലേ, അഭിലാഷ് സാർ, അതേപോലെ നമ്മുടെ സിന്ധു, ഗ്രേറ്റ് ലീഡർ സിന്ധു മേഡം ഇന്ന് വളരെ പ്രാർത്ഥനാ ഗീതമൊക്കെ ചൊല്ലിയിട്ട് നമ്മളെ വളരെ ഭക്തിസാന്ദ്രമായ തുടക്കം കുറിച്ച നമ്മുടെ സിന്ധു മേഡം. അപ്പൊ നമ്മളെ നോക്കിയിട്ടാണ് ഓരോ ആളുകളും നമ്മോട് കൂടെ അസോസിയേറ്റ് ചെയ്യുന്നത്. നമ്മളെ കഴിവ് തന്നെയാണ്. ഒരു കഴിവില്ലാത്തതിന്റെ കൂടെ ആരും വരില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ പോസിറ്റീവ് മാത്രം സംസാരിക്കുന്ന ഒരു ആളുകളായിട്ട് മാറുന്നത്. ലീഡർഷിപ്പിൽ ഏറ്റവും വലിയൊരു കാര്യം നമ്മൾ പോസിറ്റീവായിട്ട് കാണും. എന്തിനേയും പോസിറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യത്തിലൂടെ നമുക്ക് കുറച്ച് പ്രയാസം ഉണ്ടെങ്കിൽ പോലും അത് പോസിറ്റീവായിട്ട്, ഒരു നെഗറ്റീവ് കാര്യമാണെങ്കിൽ പോലും അത് പോസിറ്റീവായിട്ട് നമ്മളിലേക്ക് അത് തിരിച്ചു വരും. അതായത് നമ്മൾ ഉപയോഗിക്കുന്ന ശൈലിക്ക് അനുസൃതമാണ് കാര്യം. നമ്മളിപ്പോ ഒരാളെ വിളിക്കണം എന്നുണ്ടെങ്കിൽ ഒക്കെ നമുക്ക് അറിയുന്ന കാര്യം, നമുക്ക് എന്നേക്കാൾ വലിയ വലിയ ലീഡേഴ്സാണ് ഇതിലിരിക്കുന്നവർ. നമ്മൾ ഒരാളെ ഏത് രീതിയിലാണ് അപ്രോച്ച് ചെയ്യുന്നത്, അതുപോലെയാണ് നമുക്ക് നമ്മളുടെ വിജയം. ഒരു കുട്ടിനെ വിളിക്കണം വിചാരിച്ചാൽ നമുക്ക് അടുത്തേക്ക് വിളിക്കാം. ഒരു മോളോ മോളെ ഇവിടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? മോളെ ഇവിടെ വാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം? നീ പോടാ പുല്ലേന്ന് പറയും. നേരെ മറിച്ച് മോളെ ഒന്ന് ഇങ്ങോട്ട് വാ എന്ന് ചോദിച്ചിട്ട് വളരെ സ്നേഹത്തോട് വിളിച്ച് ഒരേ കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. ചില ആളുകൾ എന്ത് പറഞ്ഞു കഴിഞ്ഞാലും, പോസിറ്റീവ് പറഞ്ഞാലും, ആ പോസിറ്റീവിന്റെ 99% കണ്ണടക്കും. എന്നിട്ട് അതിൽ നിന്ന് ഒരു ശതമാനം വെച്ച് നെഗറ്റീവ് ഇങ്ങനെ സംസാരിക്കും. നമ്മൾ ടീമിനകത്തേക്ക് വിളിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും, പ്രത്യേകിച്ച് അറിയാലോ, റോസ്ലഗുമായിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കണക്ട് ചെയ്തിട്ട് സംസാരിച്ച് ഒരാളുടെ കഞ്ഞുകൂടി മുടക്കുന്ന പരിപാടികളൊക്കെ ഇതിനകത്തുണ്ട്. ധാരാളം പേർ അങ്ങനെ ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ നെഗറ്റീവ് ചിന്തകളും നെഗറ്റീവ് പ്രവൃത്തിയിലും നമ്മൾ മാറി നിൽക്കണം. നെഗറ്റീവ് പറയുന്ന സമയത്ത് നമ്മൾ പോസിറ്റീവ് കൊണ്ട് അദ്ദേഹത്തെ സമീപിക്കുക. ഒരു ദൈവവചനുണ്ട്, തിന്മയെ നന്മ കൊണ്ട് നേരിടുക എന്ന് പറയും. ഒരു ഖുറാനിലൊരു വചനാണത്. തിന്മയെ നന്മ കൊണ്ട് നേരിടുക. അപ്പൊ എന്താവും അറിയാം? ആ തിന്മ കൂടെ നന്മയായിട്ട് മാറും. നേരെ മറിച്ച് ഈ തിന്മയെ തിന്മ കൊണ്ട് നേരിട്ടാൽ എന്താ സംഭവിക്കുക? അവിടെ വെട്ടും കുത്തും കൊലപാതകം ഒക്കെ നടക്കൂല്ലേ? നേരെ മറിച്ച് അതാണ് നമ്മുടെ സമീപനമാണ് നമ്മുടെ കാര്യം. നമ്മളെ നോക്കിയിട്ടാണ് ഒരു ടീം നമ്മുടെ കൂടെ വരിക. അപ്പൊ നമ്മുടെ പ്രവൃത്തിയിൽ നമ്മൾ തന്നെ ഒരു എന്താ പറയാ, ഒരു ഉദാഹരണമായിട്ട് മാറും.
ചെയ്യാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ പിന്നെ ടീമാംഗങ്ങൾക്ക് നിർദ്ദേശം കൊടുക്കണം. നിർദ്ദേശിക്കുക എന്ന് പറഞ്ഞാൽ ആജ്ഞാപിക്കരുത്. അവർക്ക് ചെറിയ ചെറിയ ഡ്യൂട്ടികളൊക്കെ നമ്മൾ കൊടുത്തിരിക്കണം. ഒരു ടീമിനെ നിലനിർത്തേണ്ട ഒരു കാര്യം ലീഡർഷിപ്പ് ആകുമ്പോൾ അതൊക്കെ വേണം. അത് സ്നേഹത്തോടു കൂടെ അവരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൂടെ നിർത്തുക എന്നുള്ളതാണ്. രാവിലെ എണീറ്റ ഉടനെ ഈ ബയോട്ടോറിയം എന്ന് പറഞ്ഞ് ഓടാനൊന്നും എല്ലാവർക്കും കഴിയൂല. കുടുംബങ്ങളിൽ പല പ്രശ്നങ്ങളുണ്ട്. ചില ആളുകൾക്ക് ഈ ബിസിനസ് തന്നെ വേണ്ടി വരില്ല. ചില ആളുകൾ ഈ പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ട് അങ്ങനെ അത് ചില ആളുകൾ ഉപയോഗിക്കും, ചില ആളുകൾ ഉപയോഗിക്കൂല. അപ്പൊ ഞങ്ങളിപ്പോ ഇതിന്റെ ഇടയ്ക്ക് ഞങ്ങളൊന്ന് പോയി, ഞങ്ങള് പിന്നെ ഇവിടെ പട്ടാമ്പിയിൽ ഒരു വർക്കിന് പോയപ്പോ അത് സത്യം പറഞ്ഞ ഒരു തമാശ കൂടെയാണ്. ഞങ്ങൾ അവിടെ വർക്കിന് പോയപ്പോ നമ്മളെ ഒരു ലീഡറുടെ അയൽവാസിക്ക് സ്ട്രോക്കാണ്. 63 വയസ്സുള്ളൂ, അധികം പ്രായമൊന്നുമില്ല. അദ്ദേഹം ഇവരത് കൊണ്ടേ പറഞ്ഞു കൊടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞ് കൊടുത്ത് ഇതൊക്കെ വിരിച്ച് അതിനകത്തൊക്കെ കിടത്തി. ഇത് വിരിച്ച അന്ന് ഇയാൾ ഈ കട്ടിലിന്റെ മുകളിൽ നിന്ന് വീണു. ഈ കട്ടിലിന്റെ മുകളിൽ നിന്ന് വീണപ്പോ ഇയാൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് ഈ സാധനം വെച്ചത് കൊണ്ടാണ് വീണിരിക്കുന്നത്. ലാസ്റ്റ് ഇത് ഇവര് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഈ സാധനം ചുരുട്ടി മടക്കി ഒരു ഭാഗത്ത് വെച്ചു. ഈ അന്ന് തൊട്ട് ഇദ്ദേഹം ഉപയോഗിച്ചിരുന്നെങ്കിൽ അദ്ദേഹം എന്തായിരുന്നു, അദ്ദേഹം ഇന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം സ്ട്രോക്കിനൊക്കെ ഭയങ്കരമായ റിസൾട്ട് കിട്ടിയിട്ടുള്ള അനുഭവം നമുക്കുണ്ട്. നമ്മുടെ സുഹൃത്തിന് ചെറിയച്ഛനൊക്കെ എണീറ്റ് നടക്കുന്ന അവസ്ഥയിലേക്ക് 10-13 വർഷമൊക്കെ കിടപ്പിലായിരുന്നു. ഞങ്ങൾ ചെന്ന സമയത്ത് അയാളെ വിളിച്ചു. അപ്പൊ നെഗറ്റീവ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുക. ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒന്ന് ആലോചിച്ചു, ഇത്ര വലിയ അപകടകരമായ കാര്യമാണ്. കാരണം നമ്മൾ ഗ്രേറ്റ് ലീഡറാണ്, തൊട്ട അയൽവാസിയാണ്. ഞാനും മുസ്തഫ മാഷും അവരൊക്കെ പാടെ പോയി, ആ വീട്ടിലേക്ക് പോയി. അത് വളരെ സൗമ്യതയോടുകൂടെ അത് കാര്യം ആ ലീഡർഷിപ്പിന്റെ കാര്യം പറയണം. നമ്മളൊരു പ്രയാസം വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പിന്മാറല്ല, നമ്മൾ അതിനെ എന്ത് ചെയ്യണം, അതിനെ തിരുത്തി കൊടുക്കണം. അവിടെ സ്നേഹത്തോടു കൂടെ അവിടെ സമീപിച്ചു. ഈ പ്രൊഡക്റ്റിന്റെ പ്രാധാന്യം അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ഇതിൽ നിന്ന് ആരും വീഴുന്നതല്ല, ഇതിന്ന് എണീറ്റ് നടക്കാൻ പ്രാപ്തമാക്കുന്ന പ്രൊഡക്റ്റാണ് എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് ആ സാധനം വീണ്ടും നമ്മൾ ഉപയോഗിപ്പിച്ചു. അപ്പൊ നമ്മളൊരു ലീഡറാണ് എന്നും നമ്മളുടെ അതിനകത്തുള്ള കപ്പാസിറ്റി ഉണ്ട് എന്നുള്ളതും നമ്മൾ ടീമിനെ ബോധ്യപ്പെടുത്തേണ്ടത് നമുക്ക് വളരെ അത്യാവശ്യം. നമ്മളൊരു മാതൃകയായിട്ട് കാണിച്ചു, അതൊരു മാതൃകയാണ്. കാരണം ഇനി ഞങ്ങളവിടെ ഒരു അടുത്ത മാസം ഞങ്ങൾ പോകുന്ന സമയത്ത് അയാൾ എണീറ്റ് നടക്കുന്നുണ്ടാവും. അതുവഴി വളരെ വലിയൊരു ടീമിനെ നമുക്ക് ബിൽഡ് ചെയ്യാൻ കഴിയും. അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകുന്ന സമയത്ത് പ്രൊഡക്റ്റിനെ കുറിച്ച് നമുക്ക് നോളജ് ഉണ്ടാവണം, അല്ലേ? വേണ്ടേ? നോളജ് വേണ്ടേ? എന്താ ഒരാളും ഞാൻ സംസാരിക്കുന്നത് ബോറാവുന്നുണ്ടോ ആർക്കെങ്കിലും? അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങൾ അനുഭവപ്പെടുന്നുണ്ടോ? എനിക്ക് അറിയുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കണേ. അല്ലെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ആണോ? പ്രയാസം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നമ്മൾ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇടയ്ക്കൊക്കെ ഓരോ ഇതൊക്കെ കമന്റ് ഒക്കെ അടിച്ചു വിടാം, അല്ലെ? പ്രൊഡക്റ്റ് നോളജ് വളരെ അത്യാവശ്യമാണ്. ലോകത്തുള്ള എല്ലാ പ്രൊഡക്റ്റിനെ കുറിച്ചും നമുക്ക് അറിവ് വേണമെന്നില്ല. നമ്മളുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കുന്ന, നമ്മൾ മറ്റുള്ളവർക്ക് കൊടുക്കുന്ന പ്രൊഡക്റ്റിനെ കുറിച്ച് ഗാഢമായ ഒരു അറിവുണ്ടാവണം. അത് നമ്മൾ നേരത്തെ പറഞ്ഞ ആത്മവിശ്വാസത്തോടു കൂടെ കൂട്ടിച്ചേർക്കേണ്ട കാര്യം. ഈ അറിവില്ലാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ ഒരു കാര്യമില്ല. നമ്മളെ പ്രൊഡക്റ്റ് എന്താണെന്നും ഇതിന്റെ സയൻസ് എന്താണെന്നും എല്ലാ സയൻസും അവിടെ പറയണമെന്നല്ല പറയുന്നത്. പക്ഷെ ഇതിന്റെ എല്ലാ പ്രാധാന്യവും നമുക്ക് മനസ്സിലായാൽ മാത്രമാണ്, അറിയാലോ, നമുക്കൊരു 100% അറിവുണ്ടെങ്കിൽ മാത്രമാണ് ഒരു 5% നമുക്ക് പറയാൻ കിട്ടുള്ളൂ. അങ്ങനെയാണ്, അത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. കൂടുതൽ അറിവുണ്ടെങ്കിൽ ഇത് ഔട്ട്പുട്ടായിട്ട് പുറത്തേക്ക് വരുള്ളൂ. അപ്പൊ ഈ പ്രൊഡക്റ്റ് ഇതിന്റെ ഉപയോഗം എങ്ങനെയാണെന്നും ഇതിന്റെ സയൻസും ഇതിന്റെ മാനുഫാക്ചറും ഇതിന്റെ MDയും എല്ലാം നമുക്ക് അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ നമുക്കൊരു കോൺഫിഡൻസ്, അതൊരു ലീഡറിൻ്റെതാണ്. അതുപോലെ തന്നെ ഈ
ഒരു ലീഡർ ഒരു കാര്യം സംസാരിക്കുന്ന സമയത്ത് മറ്റുള്ളവർ അതൊന്ന് കേട്ടിരിക്കുക എന്നുള്ളത് വളരെ ഒരു മര്യാദയാണ് കേട്ടോ പ്രിയപ്പെട്ടവരെ. നമ്മൾ ഒരു ഇതാണ്, നമ്മൾ ചെറിയ അറിവും വലിയ അറിവുള്ള ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ ഈ ഒരു ബിസിനസ്സിൽ നമ്മുടെ അപ്ലൈന് നമ്മുടെ ലീഡർ തന്നെയാണ്. ഓൻ ചിലപ്പോ തെങ്ങ് കയറുന്ന വ്യക്തിയാണെങ്കിലും കൂലിപ്പണി എടുക്കുന്ന വ്യക്തിയാണെങ്കിലും അദ്ദേഹം നമ്മുടെ ലീഡർ തന്നെയാണ്. അവിടെ നമ്മളുടെ എല്ലാ കഴിവും എല്ലാ ഇതും അവിടെ വിളമ്പേണ്ട കാര്യങ്ങളില്ല. ഈ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നമ്മുടെ ലീഡർ എന്താണ് പറയുന്നത് നമ്മൾ കേൾക്കാൻ തയ്യാറാണ്. അവനേക്കാൾ അറിവ് ഉണ്ടാവും നമുക്ക്. എങ്കിലും അത് ഒരു വീട്ടിൽ വെച്ച് നമ്മൾ ഒരു കൺസെപ്റ്റ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നമ്മളൊരു 4-5 ലീഡേഴ്സ് അവിടെ പോയിട്ടുണ്ട്, 4 അസോസിയേറ്റ്സ് ഒക്കെ പോയിട്ടുണ്ട്. അപ്പൊ ഒരാൾ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഇടയിൽ കയറിയിട്ട് മറ്റൊരാൾ കഥ പറയും. ഇയാൾ മൊബൈൽ എടുത്ത് അങ്ങോട്ട് കൊടുക്കും, ഇവ മറ്റൊരു കഥ പറയും. ഒരു ബിസിനസ് ഫ്ലോപ്പ് ആവാൻ ഏറ്റവും വലിയ പ്രയാസമാണ്, ഏറ്റവും വലിയൊരു കാര്യം. അവിടെ ഒന്നും നടക്കില്ല. അപ്പൊ നമ്മളൊരു കേൾവിക്കാരനാവുക, നമ്മൾ ടീമാംഗങ്ങളെ ഒന്ന് ചേർത്ത് നിർത്തുക, ഒന്ന് സ്നേഹത്തോടുകൂടെ 2 വാക്ക് പറയുക, ഇതൊക്കെ വളരെ. അതുപോലെ ഇപ്പൊ ഈ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് നമ്മൾ ചെയ്യുമ്പോൾ ഇതിനൊക്കെ ഒരു ട്രീ ഉണ്ടാവില്ല അല്ലെ? 2 ഓർഗനൈസേഷൻ നമുക്കുണ്ട്. ഈ 2 ഓർഗനൈസേഷനിലെ ട്രീകളൊക്കെ നമുക്ക് അറിയോ സത്യത്തില് അല്ലെ? ജീനിയസും വിന്നറൊക്കെ ഉണ്ട്. ഈ ട്രീ നമ്മളെ മൈൻഡിൽ വേണം, നമ്മളെ തലച്ചോറിൽ അതിങ്ങനെ എന്ത് ചെയ്യണം, കോൺക്രീറ്റ് ചെയ്ത് വെക്കണം. ഒരു പുതിയ വ്യക്തി വരുമ്പോ ഇങ്ങനെ ആലോചിക്കണം, ഇന്ന ഭാഗത്ത് ഇന്ന ആള്. ഇപ്പൊ നമുക്ക് 2 ആളെ ഇതായി കഴിഞ്ഞാൽ നമ്മളെ ക്രൈറ്റീരിയ ഫില്ല് ചെയ്യും. പിന്നെ നമ്മൾ ഇതിനകത്ത് ക്ഷീണവും പ്രയാസമൊക്കെ ഉണ്ടാവുന്ന ആളുകളെ നമ്മൾ ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, കഴിയുന്നതും ഹെൽപ്പ് ചെയ്ത് കൊടുക്കാം. അവരുടെ കണക്ഷൻസ് എടുത്തിട്ട് മാത്രമാണ് നമുക്ക് അവരെ ക്രൈറ്റീരിയ ഫില്ലാക്കാൻ മെനക്കെടണ്ടുള്ളൂ കേട്ടോ. ചില ആൾക്കാരുണ്ട് കിട്ടുന്നതൊക്കെ ഒന്ന് വാങ്ങിച്ചെടുക്കും. എത്ര കിട്ടിയാലും ഇങ്ങോട്ട് വലിയ സന്തോഷമാണ്, അങ്ങോട്ടൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ആവരുത്. അപ്പൊ നമ്മള് ഒരു വ്യക്തിയോട് തുറന്ന ആശയവിനിമയം, നമ്മുടെ ടീം അംഗങ്ങളോട് തുറന്ന ആശയവിനിമയം നടത്തണം. അവരുടെ അകത്ത് അവരുടെ മൈൻഡിന്റെ ഉള്ളില് എന്താണ് എന്നുള്ളത് നമ്മൾ അറിയാൻ ശ്രമിക്കണം. അവരുടെ പ്രയാസങ്ങൾ എന്താണ് നമ്മൾ ഒരു കേൾവിക്കാരനെ പോലെ കേട്ടിരിക്കണം. അതിലുള്ള പ്രതിവിധി നിശ്ചയിക്കുമ്പോഴാണ് നമ്മൾ ഒരു ലീഡർ ആവുക അല്ലെ? എങ്ങനെ നമുക്ക് അവർക്കൊരു പ്രതിവിധി നമ്മൾ കണ്ടെത്തി കൊടുക്കാൻ കഴിയും? ഒരു വീട്ടിലുള്ള മെയിൻ പ്രശ്നം എന്ന് പറയുന്നത് അവന്റെ വീട്ടിലെ സാമ്പത്തിക വിഷയമാണ്, ആരോഗ്യ വിഷയമാണ്. ഇത് രണ്ടുമാണ്. ഈ രണ്ടും പരിഹരിക്കാൻ പറ്റുന്ന ജെന്യുവൻ പ്ലാറ്റ്ഫോമിലാണ് നമ്മൾ ഉള്ളത്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അല്ലെങ്കിൽ സഹോദരി എന്ന് പറഞ്ഞ് അവനെ ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ, സ്നേഹത്തോടു കൂടെ ചേർത്ത് നിർത്തിക്കഴിഞ്ഞാൽ നമ്മളൊരു ലീഡറായി, അവനും ഒരു ലീഡറായി. അല്ലെങ്കിൽ ഇതിലൊക്കെ ഞാൻ ഈ ബയോട്ടോർ എന്ന് പറയുന്ന കമ്പനി ചെയ്യുന്നുണ്ട്, ഇതിൽ പൈസ കിട്ടുന്നുണ്ട് ഇത്ര, ഇത് ഇതിന്റെ MD സാഗർ ജോഷി എന്ന് പറയുന്ന ഒരാളാണ് ഇത്ര എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. നമ്മളെ കമ്പനി ഇന്നതാണ്, വേൾഡ് ഗിന്നസ് റിക്കാർഡ് അടക്കം കിട്ടിയ കമ്പനി MD ആണ് നമ്മുടെ മുമ്പിലുള്ളത്, ഇന്ന ഉൽപ്പന്നങ്ങളാണ്, ഇനി പിൻ ടു പ്ലെയിൻ വരെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ബയോടൂറിൽ വരുന്നുണ്ട്. നമ്മളെ ഹെഡ് ഓഫീസ് ഇന്നതാണ്, ഇന്ന കാര്യങ്ങളാണ്, അദ്ദേഹത്തിന്റെ ലക്ഷ്യം ഇതാണ്. ഇതൊക്കെ നമുക്ക് കോൺഫിഡന്റോടുകൂടെ പറഞ്ഞു കൊടുക്കാൻ കഴിയണം എന്നുള്ളതാണ് ഇത് തുറന്ന ആശയവിനിമയം ടീമിലൂടെ നടത്തുക. ഡെയിലി ഫോളോ അപ്പ് ചെയ്യുക. അതിന് നമ്മളെ മിനീഷ് സാറൊക്കെ അതിന്റെ കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. കമ്മ്യൂണിക്കേഷൻ എവിടെ ബ്ലോക്ക് ആയോ അവിടെ റിലേഷൻഷിപ്പ് കട്ടായി. നമ്മളെ സ്വന്തം മക്കളെ നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ അവരെ ഫോളോ അപ്പ് ചെയ്യണില്ല എന്ന് വിചാരിച്ചു, അവര് നമ്മളിൽ നിന്ന് അകന്നു പോകും. നമ്മളെ വീട്ടിലത്തെ കാര്യം പറയണ, നമ്മളോട് ഒരു കാര്യം ഉണ്ടാവില്ല അവർക്ക്.
അവർക്ക് തൊട്ട അയലൊക്കത്തെ വേറെ ആരെങ്കിലും ആയിരിക്കും കൂടുതൽ സ്നേഹമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തികളായിരിക്കും. അപ്പൊ നമ്മൾ ടീം അംഗങ്ങളെ ലെഫ്റ്റിലുള്ളവരും റൈറ്റിലുള്ളവരും ജീനിയസിലും വിന്നറിലുള്ള ആളുകളെ നമ്മൾ ഡെയിലി കോണ്ടാക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് നമ്മൾ കാറ്റഗറി തിരിക്കണം. നമ്മൾ ട്രീ നമുക്ക് പറഞ്ഞല്ലോ, നമ്മൾ ട്രീ നമുക്ക് നമ്മുടെ ചിന്തയിൽ വേണം. ഇന്ന് പ്രിയപ്പെട്ടവരെ, എനിക്ക് പറയാനുള്ളത്, നിങ്ങളുടെ ട്രീ വരച്ചു വെക്കുക, വരച്ചു വെക്കുക, ലെഫ്റ്റും റൈറ്റും. അതിലുള്ള ലീഡേഴ്സിനെ പല ആളുകൾക്കും പലതരത്തിലുള്ള കഴിവുകളാണ് ഉണ്ടാവുക. ഒരു ടീമിനെ നയിക്കാൻ കപ്പാസിറ്റി ഉള്ള വ്യക്തികൾ പലതരത്തിലാണ്. നമ്മൾ ഒന്നും മിണ്ടാത്ത ആൾക്കാർക്ക് കഴിവില്ലാന്ന് അങ്ങനെ നിശ്ചയിക്കരുത്. സംസാരിക്കാൻ കഴിവുള്ളവരുണ്ട്, കോർഡിനേറ്റ് ചെയ്യാൻ കഴിവുള്ളവരുണ്ട്, പല പുതിയ ടെക്നോളജി യൂസ് ചെയ്യാൻ കഴിവുള്ള വ്യക്തികൾ ഉണ്ടാവും. അതുപോലെ തന്നെ പിന്നെ നമ്മൾ തീരെ കഴിവില്ല എന്ന് പറയുന്ന വ്യക്തികൾക്ക് നല്ല കഴിവുള്ള വ്യക്തികളുമായി നല്ല ബന്ധമുള്ള വ്യക്തികൾ ഉണ്ടാവും. അപ്പൊ ആരെയും നമ്മൾ എന്ത് ചെയ്യരുത്, മോശമാക്കരുത്. നിങ്ങളൊന്ന് കാറ്റഗറി തിരിക്കുക. എന്നിട്ട് ഒരു 10 ലീഡറും ഒരു ലെഫ്റ്റിലും ഒരു 10 ലീഡർ റൈറ്റിലും നിങ്ങൾ ഉടനെ അവരെ കണ്ടെത്തിയിട്ട് ഒരു ബ്രോഡ്കാസ്റ്റ്, ഒരു പിന്നെ വാട്സപ്പ് ഗ്രൂപ്പ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ഡെയിലി അവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അത് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാം, അടുത്ത ടീമിനോട് പറയാം. ഇത് ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ അടിത്തട്ടിൽ ഒരു പുതിയൊരു വ്യക്തി വന്ന ആ അടിത്തട്ടിൽ വരെ നമ്മളുടെ മെസ്സേജുകൾ എത്തും. അവരുടെ കോൺഫിഡൻസ് ലെവല് ചോരാതെ വളരെ ആത്മാർത്ഥയോടെ നമ്മൾ ടീമിന്റെ കൂടെ ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ കൂടെ ചേർന്ന് നിൽക്കും. ഇവിടെ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ അവിടെ അസോസിയേറ്റ് ചെയ്തിട്ട് വരും, ആ വ്യക്തിയെ നമ്മളെ കൂടെ നിർത്തും. സ്റ്റാർട്ട് ചെയ്തു, പ്രൊഡക്റ്റ് കൊടുത്തു നമ്മൾ തിരിച്ചു വരും. അടുത്ത പുതിയൊരു വ്യക്തിയെ നമ്മൾ പോയി കാണും, അദ്ദേഹത്തിനും പ്രൊഡക്റ്റ് കൊടുത്തു. അടുത്ത ഫാമിലി ബോണസിന് ഇവിടെ മാച്ച് ആവാനുണ്ടാവും, അത് അവിടെ കൊളുത്തി ആ ഫാമിലി ബോണസ് വെച്ചു. ആ വ്യക്തിയെ അവിടെ മറന്നു പോകും, അടുത്തതിന്റെ അടുത്തേക്ക് പോകും. പക്ഷെ പ്രിയപ്പെട്ടവരെ, ഓരോ ലൈഫാണ് നമ്മൾ കളയുന്നത്, ഓരോരുത്തർ ജീവിതം. അവന് ഉണ്ടോ ഇല്ലേ അതൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ഒരു വ്യക്തി നമ്മുടെ കൂടെ അസോസിയേറ്റ് ചെയ്താൽ അത് ഈ ബയോട്ടോറിയത്തിന്റെ ഫാമിലിയായി. ആ വ്യക്തിക്ക് വളരെ വലിയ ഫ്യൂച്ചർ ഉണ്ട്, ഒരു സംശയവും വേണ്ട. ഈ ബയോട്ടോറിയത്തിൽ കയറി നിന്ന് കഴിഞ്ഞാൽ വളരെ വലിയ ഫ്യൂച്ചറാണ്. കാര്യം ഇന്ന് ഈ ബയോട്ടോറിയത്തിന് വെല്ലാനുള്ള ഒരു പ്ലാനും ഇന്ന് ഈ ഇന്ത്യ മഹാരാജ്യത്തില്ല. നിങ്ങളുണ്ടെങ്കിൽ പറയും, ഒരുപാട് കമ്പനികൾ ഉണ്ടല്ലോ. കമ്പനി MD വെല്ലുവിളിച്ചില്ലേ ഇതേപോലെയുള്ള ഒരു പ്ലാന്, ഇതുപോലെയുള്ള ഒരു ഇൻകം, ഇതേപോലുള്ള ഒരു ഉൽപ്പന്നം നിങ്ങൾ തെളിയിക്കാൻ വേണ്ടി വെല്ലുവിളിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ അറിയും ആ വിഷയം. അത് ഏറ്റെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ ആർക്കെങ്കിലും? ആർക്കും കഴിഞ്ഞിട്ടില്ല. ഒരു കമ്പനി അതിന് പ്രതികരിച്ചിട്ടില്ല. അതിനർത്ഥം ഇതുപോലെ ഒന്നില്ല, ഈ ബയോട്ടോറിയം മാത്രമാണ്. അപ്പൊ എന്റെ എല്ലാ പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സിനോടും എനിക്ക് പറയാനുള്ളത്, നമ്മളുടെ ട്രീ മൈൻഡിൽ വെക്കുക. നമ്മൾ അവരുമായി നിത്യം കമ്മ്യൂണിക്കേഷൻ നടത്തുക. കമ്മ്യൂണിക്കേഷൻ നടന്നില്ലെങ്കിൽ നമ്മൾ അവർ മറന്നുപോകും. അവിടെ മനോജ് സാറ് ഇപ്പൊ മനോജ് സാറും ഞാനായിട്ട് ഡെയിലി നമ്മൾ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. മുസ്തഫ സാറും എന്റെ ലീഡർമാരാണ്. മുസ്തഫ സാറുമായിട്ട് ഞാൻ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അപ്ലൈനായിട്ട് 2-3 പേരോടെ ഞാൻ കോണ്ടാക്ട് ചെയ്യുള്ളൂ. ബാക്കി കംപ്ലീറ്റ് എന്റെ കൂടെയുള്ള അസോസിയേറ്റ്സിനെ ഞാൻ വിളിക്കാറുണ്ട്. ഞാൻ വിളിക്കുന്ന അസോസിയേറ്റ്സിന് വേണമെങ്കിലൊക്കെ ഒന്ന് ഒരു തമ്പൊക്കെ ഇടാട്ടോ. ഞാൻ ഡെയിലി കോണ്ടാക്ട് ചെയ്യാറുണ്ട്. നമ്മളൊരു മാതൃകയാണെങ്കിൽ മാത്രമാണല്ലോ മറ്റുള്ളവരും അത് ഫോളോ ചെയ്യുള്ളൂ. അപ്പൊ ഞാനത് പൂർണ്ണമായിട്ട് നമ്മളൊരു ഇതല്ല എങ്കിലും അത്യാവശ്യം ഞാനൊരു നീതി പുലർത്താൻ ഞാൻ ശ്രമിക്കും. പ്രിയപ്പെട്ടവരെ, അതുപോലെ തന്നെ പുതിയ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയിരിക്കും, അല്ലെ? പുതിയ കാര്യങ്ങളെ കുറിച്ച് അപ്ഡേറ്റഡ് ആവും. നമ്മൾ ഈ ബയോട്ടോറിയത്തിന്റെ പ്ലാൻ കേട്ടത് ഈ ബയോട്ടോറിയം ഇറങ്ങിയ സമയത്താണ്. അധിക ആളുകളും അതിൽ വന്ന മാറ്റങ്ങൾ നമ്മളെ കുറിച്ചല്ല, ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്ന ആളുകളെ കുറിച്ചല്ല, പുറമെയുള്ള പലരും കൺസെപ്റ്റ് കേട്ട് പോയിട്ടുണ്ട്. ആ സമയത്ത് കേട്ട പ്ലാൻ ആണോ ഇന്നുള്ളത്?
എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അന്ന് നമ്മളല്ലേ ഈ മാഗ്നറ്റിക് മാട്രസ് തലയിലേറ്റിയും കൊണ്ട് നടന്നിരുന്ന ഒരു സമയമുണ്ട്. അത് മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ അല്ലെ? ഇന്ന് അങ്ങനെയാണോ? അന്ന് നമ്മൾ ഫാമിലി ബോണസിന് വേണ്ടി കാത്തിരുന്നിരുന്നു. ഇന്ന് കാത്തിരിക്കേണ്ട പ്രശ്നമുണ്ടോ? ഫാമിലി ബോണസിനെ വെല്ലുന്ന രീതിയിൽ നമുക്ക് റീപർച്ചേസിംഗ് വന്നിട്ടുണ്ട്. അതിന് വിഴുങ്ങിക്കളയാണ്. ഫാമിലിനൊക്കെ വിഴുങ്ങി റീപർച്ചേസ്. അപ്പൊ ഈ മാറ്റങ്ങളൊന്നും നമ്മൾ അറിയുന്നില്ല. നമ്മളല്ല, നമ്മുടെ ടീമിലെ പലരും അറിയുന്നില്ല. അപ്പൊ നമ്മൾ പുതിയ അറിവിനെ കുറിച്ച് അപ്ഡേറ്റഡ് ആവണം. നമ്മളെ ബിസിനസ്സിനകത്ത് വരുന്ന പ്ലാന്, ഈ പ്ലാനിൽ എന്തൊക്കെ മാറ്റം വന്നിട്ടുണ്ട്, പുതിയതായിട്ട് എന്തൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ ഉൽപ്പന്നങ്ങൾ ഇപ്പൊ നമുക്ക് അൾട്രാബറിയൊക്കെ കുടിച്ചിട്ട് പിന്നെ ചൊകാന്നുണ്ട് പല ആൾക്കാരും മുഖം. ഇപ്പൊ ഈ മീറ്റിംഗിൽ ഇരിക്കുന്ന ആളുകളുടെ ഫേസിനെ കാണുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട് അല്ലേ? ഈ ബെറി ജ്യൂസ് മാത്രം കൊടുക്കുന്ന കമ്പനികളുണ്ട്, അത് മാത്രം കൊടുക്കുന്നവരുണ്ട്. അതില് ഉള്ളതിനേക്കാൾ അല്ലെ നമ്മുടെ പ്രൊഡക്റ്റുമായി താരതമ്യം ചെയ്യാൻ വേറെ ഒന്നും ഇല്ല കേട്ടോ. അതും കൂടി നമ്മൾ ഒരു ആത്മവിശ്വാസത്തിന്റെ ഒരു ഭാഗമാണ്. നമ്മളുടെ പ്രൊഡക്റ്റിന് താരതമ്യം ചെയ്യാൻ ഇപ്പോ ഏത് ബെറീസോ ഏത് വെല്ലസോ ആയിട്ട് ഇല്ല. അത് നമ്മുടെ കയ്യിൽ മാത്രമേ ഉള്ളൂ. ഒരുപാട് പല പിന്നെ ഇതും ഈ പിന്നെ വെല്ലസിന് കൊടുക്കുന്നതിലും ബെറീസൊക്കെ കുറവാണ്. നമ്മൾ ഇതിനകത്ത് എന്തൊക്കെ അടങ്ങിയിട്ടുണ്ടെന്ന് നമ്മൾ അൾട്രാബെറിയിൽ ശരിക്കും വ്യക്തമായി കൊടുത്തിട്ടുണ്ട്. അതിന്റെ ഓരോന്നിന്റെയും നമ്മൾ ആരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നിരവധി ഉൽപ്പന്നങ്ങൾ വന്നിട്ടില്ലേ? കാറുള്ളവരൊക്കെ ഉണ്ട്, കാറ് ഉപയോഗിക്കുന്നല്ലേ, വാഹനം ഉപയോഗിക്കുന്നവരില്ലേ നമ്മളെ ഇതിനകത്ത്. ഇങ്ങനെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് കേട്ടോ. നമുക്ക് കാറിന്റെ സീറ്റിൽ ഇടാനുള്ള പ്രൊഡക്റ്റ് ഉണ്ട്. അതേമാതിരി ചെയറിൽ വെക്കാനുള്ളതുണ്ട്. ഓരോ ഇതിനും സെപ്പറേറ്റ് ഒക്കെ റീപർച്ചേസിലൂടെ വന്നിട്ടുണ്ട്. ദൂരയാത്രയൊക്കെ ചെയ്യുമ്പോൾ നമുക്ക് ക്ഷീണമൊന്നും ബാധിക്കാതിരിക്കാൻ നമ്മൾ കാർ സീറ്റിലൊക്കെ അത് ഫിറ്റ് ചെയ്ത് പോവാം. ഇങ്ങനെ നിരവധി ഉൽപ്പന്നങ്ങളുണ്ട്. ഇതാ അനൗൺസ് ചെയ്ത് കഴിഞ്ഞു, ഇതാ വരുന്നു. ഗ്രോസറി ഐറ്റംസ് വരികയാണ്. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ നമുക്ക് ലഭ്യമാകുന്ന ഒരു ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോം കൂടെയാണ് ഈ ബയോട്ടോറിയം. അപ്പൊ നമുക്ക് അപ്ഡേറ്റഡ് ആയിരിക്കണം പ്രിയപ്പെട്ടവരെ. പുതിയ അറിവ് നമുക്ക് ഉണ്ടാവണം. നമ്മുടെ കമ്പനി എന്തൊക്കെ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, എന്തൊക്കെയാണ് നമ്മുടെ ഉൽപ്പന്നങ്ങൾ, ഇത് ടീമിന് പകർന്നു കൊടുക്കണം. ഇത് ഫോളോ അപ്പിലൂടെയാണ് സാധ്യമാവുക. ഇതൊക്കെയാണ് നമ്മളൊരു മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന്റെ ഒരു രീതി. കമ്മ്യൂണിക്കേഷൻ നിർബന്ധമാണ്. 2 ഓർഗനൈസേഷനിലുള്ള ആളുകൾ നിങ്ങൾ വിളിച്ചിരിക്കണം. ഇത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്താൽ മാത്രമാണ് നമുക്ക് വരുമാനം കിട്ടുള്ളൂ. കച്ചവടം നടന്നാൽ മാത്രമേ സാഗർ ജോഷി നമുക്ക് 10 രൂപ തരുള്ളൂ പ്രിയപ്പെട്ടവരെ. കച്ചവടം നടക്കാതെ പൈസ തരാൻ കഴിയില്ലല്ലോ അദ്ദേഹത്തിന്. ഇപ്പൊ തന്നെ വാരിക്കോരി തരുന്നുണ്ട്. ഞാൻ തന്നെ പല തവണ അത്ഭുതപ്പെട്ടിട്ടുണ്ട്, എങ്ങനെ ഇത് കമ്പനിക്ക് കൊടുക്കാൻ കഴിയുന്നു എന്ന്. വെറുതെ പറയല്ല, അദ്ദേഹം ഒരു സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ആണ്. അത് കഴിഞ്ഞിട്ട് തന്നെയാണ് കൊടുക്കുന്നത്. അത് വേറെ കാര്യം. എല്ലാ ന്യൂനതകളും എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും അദ്ദേഹത്തിന് അറിയാം. ഒരുപാട് കമ്പനികൾക്ക് പിന്നെ സോഫ്റ്റ്വെയർ പിന്നെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് സോഫ്റ്റ്വെയർ നിർമ്മിച്ചു കൊടുത്ത ആളല്ലേ നമ്മുടെ MD. ഇന്ത്യയിലും വേൾഡിലും മിക്കവാറും മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് പ്ലാനൊക്കെ അദ്ദേഹത്തിന് ബൈ ഹാർട്ടാണ്. അപ്പൊ എന്തായാലും 6:54 എന്നെ കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി. പ്രിയപ്പെട്ടവരെ, ഇത് കുറെ വലിയ വിഷയമാണ്. കുറെ സംസാരിക്കാനുണ്ട്. നമ്മളെ ശൈലി ഇങ്ങനെയൊക്കെയാണ് കേട്ടോ. നമ്മൾ ഇങ്ങനെ ഒരു സംസാരിക്കുന്ന രീതിയിലൊക്കെ പറയാം. എന്തായാലും വളരെ സന്തോഷമുണ്ട്. ഈ കൃത്യം 6 മണിക്ക് നമ്മളുടെ അല്ലെ ഈ ഒരു ഗ്രൂപ്പിനകത്ത് 152 ആൾക്കാർ. ഈ 152 ആൾക്കാരൊന്നും അല്ല കേട്ടോ നമ്മളുള്ളത്. ഒരുപാട് ആളുകളുണ്ട്. ഇന്ന് രാത്രി ഞാനത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഞാൻ എപ്പോഴും ഗ്രൂപ്പിലൂടെ എന്റെ വോയിസ് ഒക്കെ ചിലപ്പോൾ കേട്ടിട്ടുണ്ടാവും. ഞാൻ എപ്പോഴും ഇങ്ങനെ തൊണ്ട കീറി സംസാരിക്കുന്ന ആളാ. ഒരുപാട് ഒച്ചയൊക്കെ ഇടും. എന്തിനാണെന്നറിയോ? ചിലപ്പോൾ സങ്കടമൊക്കെ വന്നിട്ടാണ്. അത് ചിലപ്പോൾ കരച്ചിലൊക്കെ ആയിട്ടൊക്കെ അത് വരിക. കാരണം ഉള്ളിന്റെ ഉള്ളിലെ വിഷമാണ്. കാരണം ഇത്രയും വലിയൊരു കമ്പനിയിൽ നമ്മൾ വർക്ക് ചെയ്തിട്ട് നമ്മൾ ഇപ്പൊ 152 ആൾക്കാരുള്ളൂ. ഞാനിത് ഇത്രയും ആൾക്കാർ കയറി എന്നുള്ള 53
പോസിറ്റീവ് ആണെങ്കിൽ പോലും പക്ഷെ ഇതൊരു നെഗറ്റീവും കൂടിയാണ് സാറേ. എല്ലാവരോടും പറയണം, നമ്മളെ കമ്പനിയുടെ ഒരു എന്താ പറയാ ആ ഒരു പ്രാധാന്യം ജനങ്ങൾ അറിയണ്ടേ. മൊത്തത്തിൽ ഇതൊരു 500 ആളുകളുടെ പ്ലാറ്റ്ഫോമാണ്. ഇന്ന് വൈകിട്ട് നമ്മളെ കമ്പനി നടത്തുന്ന മീറ്റിംഗ് ഉണ്ട്. ഈ കാണുന്ന ആളുകൾ ആ സമയത്ത് ഉണ്ടാവാറില്ല. അത് ഫോളോ അപ്പ് ചെയ്യും പ്രിയപ്പെട്ട ഫാമിലി മെമ്പേഴ്സ്. എല്ലാവരും ഒന്ന് ഫോളോ അപ്പ് ചെയ്തിട്ട് നമ്മുടെ ടീമാംഗങ്ങളെ, അല്ലെ, ഞാൻ പറയുന്നതല്ല മറ്റൊരു വ്യക്തി പറയുമ്പോൾ ഓരോ വ്യക്തിക്കും ഓരോ അറിവാണ്. ചെറിയ അറിവാണെങ്കിലും അത് വലിയ വലിയ അറിവുകളാണ്. അപ്പൊ എല്ലാവരും ഇന്ന് വൈകിട്ട് എനിക്ക് എൻ്റെ ഒരു റിക്വസ്റ്റ് കൂടെയാണ്, നടക്കുന്ന പ്രത്യേകിച്ച് ബുധനാഴ്ചയും ഞായറാഴ്ചയും നടക്കുന്ന മീറ്റിങ്ങുകളിൽ നമ്മൾ സെപ്പറേറ്റ് മീറ്റിംഗ് വെക്കല്ലേ പ്രിയപ്പെട്ടവരെ. കാരണം നിരവധി കമ്പനികൾക്ക് പല ആളുകളും ഡെയിലി ലിങ്ക് വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ലിങ്കുകൾ വന്നുകൊണ്ടിരിക്കും, ഒരുപാട് കമ്പനികൾ ഇത് വരുന്നുണ്ട്. അപ്പൊ നമ്മളെ ഒരു സ്ട്രെങ്ത്തും നമ്മുടെ ഒരു പവറും നമ്മൾ തന്നെയാണ് ഇത് പബ്ലിസിറ്റി ചെയ്യേണ്ടതും, നമ്മൾ തന്നെയാണ് ഇത് ഏറ്റെടുക്കേണ്ട ലീഡേഴ്സും. അതുകൂടെ ഒന്ന് ശ്രദ്ധിക്കാം. വളരെ സന്തോഷം. ഇന്ന് ലീഡർ എന്നുള്ള ഒരു ലീഡർഷിപ്പ് എന്നുള്ള രീതിയിൽ നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നുള്ള, എന്തൊക്കെ ക്വാളിറ്റി നമുക്ക് വേണം എന്നുള്ള ഈ എളിയവന്റെ ചെറിയ അറിവ് പകർന്നു തന്നു. എന്തായാലും സന്തോഷമായി, അത് പ്രയോജനപ്പെട്ടു എന്ന് കരുതുന്നുണ്ടെങ്കിൽ സ്നേഹത്തിന്റെ ഒരു തെമ്പൊക്കെ ആവാം. ഇത്രമാത്രം പറഞ്ഞുകൊണ്ട് തൽക്കാലം വിടവാങ്ങുന്നു. എല്ലാവർക്കും സർവ്വ നന്മകളും നേർന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ജയ് ഈ ബയോട്ടോറിയം. താങ്ക് യു ഹംസ സാർ. ഒരു ലീഡർ എങ്ങനെയായിരിക്കണം, എന്തായിരിക്കണം എന്നുള്ളതിനെ കുറിച്ച് നല്ല ഡീപ്പായി, അതായത് ലീഡർഷിപ്പിന്റെ ഫുൾ ഫോം ലോയൽ, എനർജറ്റിക്, അക്കൗണ്ടബിൾ, ഡിറ്റർമൈൻ, എംപത്തറ്റിക്, റെസ്പോൺസിബിളും. ഇതെല്ലാം ആയാൽ അത് നമ്മൾ സസൂക്ഷ്മം വിശദീകരിച്ച് മനസ്സിലാക്കി നമ്മൾ അതിലേക്ക് എത്തിച്ചേർന്നാൽ നമ്മളൊരു നല്ല ലീഡറായി മാറും എന്നുള്ളത് സാറ് ഇത്ര നേരത്തിനുള്ളിൽ, ഈ ലിമിറ്റഡ് സമയത്തിനുള്ളിൽ നമ്മളെ ഒന്ന് ചിന്തിപ്പിച്ച് എല്ലാവർക്കും അങ്ങനെ ആകണം എന്നുള്ള ഒരു ആഗ്രഹം ജനിപ്പിച്ച് നമ്മളെ ഒരു നല്ലൊരു ദിനത്തില് ഈ ക്ലാസ് നൽകിയ ഹംസ സാറിന്, 5G ഇന്റർനാഷണൽ ടീമിന്റെ ഗ്രേറ്റ് ലീഡർ ഹംസ സാറിന് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു ക്ലാപ്പ് നമുക്ക് അദ്ദേഹത്തിന് നൽകാം. ഡിജിറ്റലായി തന്നെ നൽകാം. കാരണം ഡിജിറ്റലായി അദ്ദേഹത്തിന് അത് വലിയൊരു എനർജി നൽകുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് താങ്ക് യു ഹംസ സാർ. അടുത്തതായി നമ്മൾ ക്ലോസിംഗ് സെക്ഷനിലേക്ക് നമ്മുടെ ഗ്രേറ്റ് ലീഡർ, KBCയുടെ ഗ്രേറ്റ് ലീഡർ തൃപ്പൂണിത്തറ മനോജ് സാർ, അദ്ദേഹത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ കുറച്ചായിട്ടേ ഉള്ള പരിചയമുള്ളൂ. ഞാൻ ആദ്യം വരുന്ന സാറിനെ കണ്ടിട്ടില്ല. എന്നാലും പ്ലാൻ പ്രസന്റ് ചെയ്യുന്ന സമയങ്ങളിൽ ഞാൻ അദ്ദേഹത്തിന്റെ പേര് പറയാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് കണ്ടതിൽ അന്നൊരു വലിയൊരു സന്തോഷമാണ്. അപ്പൊ എത്ര നല്ല സ്നേഹത്തിലാണ് അദ്ദേഹത്തിന്റെ ആ സംസാര രീതി എന്നുള്ളത് എനിക്ക് വലിയൊരു അത്ഭുതമാണ്. കാരണം ഏത് സാധാരണക്കാരോടും നല്ല രീതിയിൽ പെട്ടെന്ന് കയറി പറയുന്ന നല്ലൊരു മനുഷ്യനായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ 10 മാസം കൊണ്ട് തനിക്ക് 1 കോടി നേടാമെന്ന് കാണിച്ചു തന്ന, കേരളത്തിലേക്ക് ഈ പ്രൊഡക്റ്റ് ആദ്യമായി എത്തിച്ചു തന്ന നമ്മുടെ ഗ്രേറ്റ് ലീഡർ മനോജ് സാറിന് ഈ സൂം പ്രോഗ്രാമിലേക്ക് വെൽക്കം ചെയ്യുന്നു. വെൽക്കം മനോജ് സാർ. ഓക്കെ താങ്ക് യു സോ മച്ച്. താങ്ക് യു സിന്ധു മാഡം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്ന് നമ്മുടെയെല്ലാം പ്രിയപ്പെട്ട ഹംസ സാറാണ് നമ്മളായിട്ട് സംവദിച്ചത്. ഹംസ സാറിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. എപ്പോഴും ഒരു ചിരിച്ച മുഖമായിട്ടേ അദ്ദേഹത്തെ കാണാൻ പറ്റുള്ളൂ. ഉള്ളിൽ ദുഃഖങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. എന്നാലും മുഖം ചിരിച്ചിട്ടുണ്ടാവും എപ്പോഴും. വളരെ സ്നേഹത്തോടു കൂടി ആളുകളെ സമീപിക്കുകയും വളരെ ഒരു പോസിറ്റീവ് എനർജി ടീമൊന്നും നോക്കാതെ നൽകാൻ വേണ്ടി സാധിക്കുന്ന ഒരു ഗ്രേറ്റ് പേഴ്സണാലിറ്റിയാണ് നമ്മുടെ എല്ലാം പ്രിയങ്കരനായ ഹംസ സാർ. വളരെ നല്ല രീതിയിൽ എന്താണ് ഒരു ലീഡറിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ള ഓരോ അക്ഷരത്തിന്റെയും കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് സൂചിപ്പിച്ചു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ബിഗ് കൺഗ്രാജുലേഷൻ ഹംസ സാർ. എന്തായാലും വലിയൊരു ടീമിനെ നയിക്കുന്ന ഒരു ലീഡറാണ് ഹംസ സാറ്, മുസ്തഫ സാറ്, ഭരതേട്ടൻ, അതുപോലെ അവരുടെ ഒരു പാർട്ട്ണറും കൊണ്ട് സിദ്ധാർത്ഥ്. ഇവരെല്ലാം കൂടി ചേർന്ന് വലിയൊരു ടീമിനെ നയിക്കുകയാണ്. ഇപ്പൊ കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ അതിശക്തമായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്. അദ്ദേഹത്തിനോട് നമ്മളെ കരീം സാർ ഇപ്പൊ വന്നിട്ടുണ്ട്, വീഡിയോ ഓൺ ചെയ്തിട്ടുണ്ട്. ആലുവ സ്വദേശിയാണ്. ഡോക്ടർ അബ്ദുൽ കരീം
അദ്ദേഹം ഒരു റിട്ടയർഡ് പ്രിൻസിപ്പാളാണ്. ഇപ്പോഴും ഒരു കോളേജിൽ പ്രിൻസിപ്പളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. വളരെ നല്ല അറിവ്, മാഗ്നറ്റിസത്തിനെ കുറിച്ചും ഒക്കെ നല്ല അറിവുള്ള, അവഗാഹമുള്ള ഒരു ഗ്രേറ്റ് ലീഡറാണ് അബ്ദുൽ കരീം സാർ. എൻ്റെ അടുത്ത സുഹൃത്താണ്. ഞാൻ സാറിന്റെ വീട്ടിൽ നിരവധി തവണ പോയിട്ടുണ്ട്. സാർ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോ അറിയാതെയോ കുറച്ച് നാൾ മുമ്പ് സാറ് സമയം കിട്ടാത്തതുകൊണ്ട് ഇച്ചിരി പ്രവർത്തനം മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഫുൾ സജീവമായിട്ട് തന്നെ ബയോട്ടോറിയം ഏറ്റെടുത്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. ഞാനിപ്പോൾ പറയാൻ കാരണം ഹംസ സാറിന്റെ ടീമിലാണ് അദ്ദേഹം അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ നല്ല രീതിയിലുള്ള വർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ലീഡർ എന്തായിരിക്കണം എന്നുള്ളതാണ് ഇവിടെ സംസാരിച്ചത്. 2 ദിവസമായിട്ട് നമ്മൾ ലീഡർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്, അല്ലെ? നിങ്ങളെല്ലാവരും ലീഡേഴ്സാണ്, ഒരു സംശയം വേണ്ട കാര്യത്തിൽ. എല്ലാവരും ലീഡറാണ് കേട്ടോ. ഞാനൊരു ലീഡറാണെന്ന് മിനിയാന്ന് കഴിഞ്ഞ ദിവസം നമ്മുടെ രമേശ് സാർ പറഞ്ഞ പോലെ നിങ്ങളെ വലത് കൈ എടുത്തിട്ട് നിങ്ങളുടെ ഈ ചുമലിലേക്ക് ഇങ്ങനെ തട്ടിക്കൊണ്ട് വരണം, അല്ലേ? ഞാൻ അടിപൊളിയാടാ, ഞാൻ അടിപൊളിയാ, മനസ്സിലായ? നിങ്ങൾ തന്നെ നിങ്ങളെ ഒന്ന് പ്രശംസിക്കണം, മനസ്സിലായ? മനോജെ നീ അടിപൊളിയാ, നീ സൂപ്പറാടാ എന്ന് നിങ്ങളെ ഒന്ന് തട്ടിക്കൊണ്ട് സംസാരിക്കുക. വലത് കൈ എടുക്കുക, എന്നിട്ട് ഇങ്ങനെ ഇവിടെ ഒന്ന് അടിച്ചു കൊടുക്കുക. നീ സൂപ്പറാടാ, നീ അടിപൊളി ലീഡർ അല്ലേ, മനോജെ നീ സൂപ്പറാടാ എന്ന് പറയുമ്പോൾ നിങ്ങളും അതിനൊക്കെ പറയാ എല്ലാവരും, അല്ലേ? ഹംസമായി പറയണം, ഞാൻ ഹംസ അടിപൊളിയാണ്, ഞാൻ സൂപ്പറാ എന്ന് നിങ്ങൾ സ്വയമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? എപ്പോഴും ഒന്ന് ആദരിച്ചുകൊണ്ടിരിക്കണം, മനസ്സിലായ? നിങ്ങളെ മറ്റുള്ളവരല്ല ബഹുമാനിക്കേണ്ടത്, നിങ്ങൾ തന്നെ നിങ്ങളെ സ്വയം ഒന്ന് ബഹുമാനിക്കാൻ തുടങ്ങി. അപ്പൊ നിങ്ങൾ വലിയ ലീഡറായിട്ട് മാറി. നിങ്ങൾ സ്വയം കണ്ണാടിയുടെ മുമ്പിലൊക്കെ പോയി എന്ത് ഗ്ലാമറായി നിൽക്കല്ലേ, അടിപൊളിയല്ലേ, ഞാൻ അടിപൊളി ലീഡറാണ് എന്ന് നിങ്ങൾ സ്വയം ഒന്ന് തട്ടി എൻകറേജ് ചെയ്യും. നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ ഷെയ്ക്കാനൊക്കെ കൊടുത്തിങ്ങനെ കെട്ടിപ്പിടിച്ചിട്ട് എൻകറേജ് ചെയ്യില്ല, ഓ അടിപൊളിയാ, സൂപ്പറാട്ടാ നീ. അതുപോലെ നിങ്ങൾ സ്വയം ചെയ്യണം. അപ്പൊ അവിടുന്ന് ഒരു ഉള്ളിൽ നിന്നൊരു വരവണ്ടിങ് ഉണ്ട് സാധനങ്ങൾ, മനസ്സിലായ? അപ്പൊ ഡെയിലി അത് പ്രാക്ടീസ് ചെയ്ത് കൊണ്ടുവരിക എന്നുള്ളതാണ് എപ്പോഴും. അപ്പൊ ഒരു ലീഡർഷിപ്പില് നിങ്ങളെല്ലാം ലീഡേഴ്സാണ്. അങ്ങനെയുള്ളവരാണ് ഇന്നത്തെ രാവിലെ കയറുന്നത്. പ്രൊഡക്റ്റിന്റെ റിസൾട്ട് പറയാൻ കയറുന്നവർ വേറെ ആൾക്കാരായിരിക്കും, അല്ലെ? അവർ പ്രൊഡക്റ്റ് കഴിഞ്ഞ് റിസൾട്ട് പറഞ്ഞ് ചിലപ്പോൾ അങ്ങോട്ട് പോകും. അപ്പൊ നമുക്കൊരു ടീമിനെ നയിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ കോമൺ ആയിട്ട് പഠിക്കുന്നത്. അതാണ് ലീഡർ എന്ന് പറയുന്നത്. ഈ ലീഡർ പണി എന്താണ്? ഇവിടെ അടുത്ത പാർലമെന്റ് ഇലക്ഷൻ നിൽക്കലോ MP ആവലോ മന്ത്രി ആവലോ ഒന്നും അല്ലല്ലോ നമ്മളെ ലീഡറിന്റെ. നമുക്ക് നമ്മുടെ കൂടെ വന്ന ടീമിനെ എങ്ങനെ നയിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. ലീഡർ ശരിയല്ല, ശരിയല്ല, അല്ലെ? പറയുന്നത് കേൾക്കാം. എങ്ങനെയും ഒരു 100 ദിവസം ആയാൽ മതി സാർ, ഞങ്ങൾ പെട്ടുപോയി, അവിടെ നിന്ന് ID റിമൂവ് ചെയ്തിട്ട് വേറെ ടീമിലേക്ക് പോകാൻ നിൽക്കുക. കേട്ടിട്ടുണ്ടല്ലോ, അല്ലെ? അപ്പൊ നമ്മുടെ ടീമിനെ നയിക്കാൻ വലിയ കഴിവൊന്നും വേണ്ട. നമ്മൾ പറയുന്ന വാക്കുകളെല്ലാം വളരെ നന്നായിരിക്കണം. അതായത് ഹൃദയത്തിൽ നമുക്ക് സ്നേഹം ഉണ്ടാകണം. സ്നേഹത്തോടു കൂടി എല്ലാവരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കണം. അഹങ്കാരം പാടില്ല. അതാണ് 10 പൈസ കിട്ടുമ്പോഴേക്ക് 4 ഫാമിലി ഓണേഴ്സ് 1 ലക്ഷം രൂപയൊക്കെ വരുമാനം വരുമ്പോഴേക്ക് പിന്നെ ഇത്രയും നാള് കയ്യൊക്കെ ചുറ്റി വെച്ച പിന്നെ ഫുൾ സ്ലീവായി, മനസ്സിലായ? ഷർട്ടൊക്കെ ഇങ്ങനെ പാന്റിന്റെ പുറത്തിട്ട് വേണം പിന്നെ ഇൻസൈഡ് ആയി. ഇങ്ങനെ അഹങ്കാരം വരാൻ തുടങ്ങും. കുറച്ച് കഴിയുമ്പോൾ വിളിച്ചാൽ പറയും ഞാൻ തിരക്കിലാണ്, ഞാൻ പിന്നെ വിളിക്കാം കേട്ടോ, അല്ലേ? ഹൃദയത്തിൽ അഹങ്കാരം വന്നു തീർന്നു. ഹൃദയത്തിൽ എന്ത് വേണം? സ്നേഹം ഉണ്ടാകണം. ടീമിനെ ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. നിങ്ങളുടെ ഹൃദയത്തിൽ സ്നേഹം ഉണ്ടാകണം. സ്നേഹം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ വരും, അത് ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരാൻ തുടങ്ങും മെല്ലെ മെല്ലെ. എന്നാലേ ടീം നമ്മുടെ കൂടെ നിൽക്കുള്ളൂ. അതാണ് അഹങ്കാരം വന്നാൽ തീർന്നു കേട്ടോ. ഹൃദയത്തിൽ സ്നേഹത്തിന് സ്ഥാനം കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങളുടെ ഹൃദയത്തിൽ അത് നിങ്ങളല്ലേ കൊടുക്കേണ്ടത്, വേറെ ഒരാളാണ് കൊടുക്കുക, അല്ലെ? സ്നേഹം മറ്റുള്ളവരിലേക്ക് നിങ്ങൾക്ക് ചൊരിഞ്ഞു കൊടുക്കാൻ വേണ്ടി സാധിക്കണം. എല്ലാവരോടും ചിരിച്ചുകൊണ്ട് ഹംസ സാറിനെ പോലെ മാതൃകയായിട്ട് എടുക്കാം. എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പുള്ളി വളരെ കൂളായിട്ട് ചിരിച്ച് എല്ലാവരോടും ചേർത്ത് പിടിച്ച് ഷെയ്ക്കേറ്റൊക്കെ കൊടുത്ത്, അല്ലെ? അടിപൊളിയായിട്ട് ഇങ്ങനെ ഒരു പൂമ്പാറ്റയെ പോലെ ഇങ്ങനെ പറക്കുന്നതാണ് പ്രോഗ്രാം സെന്ററിലൊക്കെ. അതുപോലെ ആയിരിക്കണം നമ്മൾ. പ്രോഗ്രാം സെന്ററിലൊക്കെ വന്നാൽ എല്ലാവരുമായിട്ട് ഒന്ന് ഷെയ്ക്കാൻ്റെ കൊടുത്തൊന്ന് ചിരിച്ച് പരിചയപ്പെടണം. ചില ആളാണ് വന്നിട്ട് ഇങ്ങനെ ഇരിക്കും വലിയൊരു ഭാവത്തിൽ, ആരോടും കണ്ട ഇങ്ങനെ ആക്കിയ പോലെ ഒന്ന് ചിരിക്കുക പോലും ഇല്ല. കണ്ടിട്ടില്ലേ ചില ആളുകളെ? വലിയ എന്തോ സംഭവമാണ്, ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്നാ ഭാവം. ഇന്ത്യൻ പ്രധാനമന്ത്രി ഒരാളേ ഉള്ളൂ. അപ്പൊ നമ്മൾ ചിരി എന്ന് പറഞ്ഞത് ലോകത്തെ കീഴടക്കാൻ പറ്റുന്ന ഒരു ആയുധമാണ്. മനുഷ്യന് മാത്രമേ ചിരിക്കാനുള്ള കഴിവുള്ളൂ. പക്ഷികൾക്കൊക്കെ കരയാനും പാട്ടുപാടാനൊക്കെ പറ്റുള്ളൂ, അല്ലെ? ചിരിക്കാൻ പറ്റുമോ പക്ഷികൾക്ക്? അപ്പൊ ചിരിച്ചുകൊണ്ട് ആളുകളിലേക്ക് ഇറങ്ങാനും അവരെ ഹൃദയത്തോട് ചേർത്ത് നിർത്താനും നമുക്ക് സാധിക്കണം. അവിടെയാണ് നമ്മൾ ആദ്യമായിട്ട് വിജയിക്കുന്നത്. ഒരാളെ കാണുമ്പോൾ മൈൻഡ് ചെയ്യില്ല ചില ലീഡേഴ്സ് ഒക്കെ ഉണ്ട്, അവർ ബോട്ടം ലെവലിലുള്ള ആളെയൊന്നും മൈൻഡ് ചെയ്യില്ല. അവർ വലിയൊരു ടോപ്പ് ലീഡേഴ്സ് മാത്രമേ ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കും, മുണ്ടൊക്കെ ചെയ്യുള്ളൂ. മറ്റുള്ളവരെ കാണുമ്പോൾ എന്തോ ഒരു ഭാവമാണ്, മനസ്സിലായ?
അതല്ല ലീഡർ എന്ന് പറയുന്നത്. ലീഡർ എന്ന് പറഞ്ഞാൽ എല്ലാവരെയും സമഭാവനയോടുകൂടി കാണാൻ വേണ്ടി സാധിക്കണം എന്നുള്ളതാണ്. ഈ ബിസിനസ്സിൽ ഏറ്റവും ബോട്ടം ലെവൽ, അതായത് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നവരാണ് നമ്മുടെ രാജാവ്. അവനൊരു ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ അവന് ഹീറോ ആകുകയാണ്. ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ നിസ്സാര പണിയല്ല കേട്ടാ. 150 PV ചെയ്യണം. ആകെ കിട്ടുന്നതിന്റെ ഒരു ചായ കുടിക്കാനുള്ള കാശ് കിട്ടും, 440 രൂപ കിട്ടുള്ളൂ അല്ലേ? അവരെയാണ് നമ്മൾ അംഗീകരിക്കേണ്ടത്, ആദരിക്കുക. എല്ലാ ലീഡേഴ്സും അവരെ പ്രത്യേകിച്ച് കണ്ടെത്തിയിട്ട് അവർ ആദരിക്കണം. അപ്പൊ അവരെയും കൂടി ചേർത്ത് പിടിച്ച് അവർക്ക് വാക്കുകളിലൂടെ നല്ല മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി സാധിക്കണം. അതാണ്. വാക്കുകളിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. നിങ്ങൾ ഒരു ലീഡറുടെ വാക്കുകളിൽ സത്യസന്ധത ഉണ്ടായിരിക്കണം. കളവ് പറയരുത് ലീഡർ ഒരിക്കലും. സത്യം മാത്രമേ പറയാൻ പാടുള്ളൂ. അവർക്കൊരു എന്ത് വേണം? ആത്മാർത്ഥതയോടുകൂടി അവരായിട്ട് നമുക്ക് ഇടപെടാൻ വേണ്ടി സാധിക്കണം. ഇപ്പൊ ഹൃദയത്തില് നല്ല സ്നേഹം ഉണ്ടാകണം, വാക്കുകളില് സത്യസന്ധത ഉണ്ടായിരിക്കണം, പിന്നെയോ മനസ്സിൽ എന്തുണ്ടാവണം? ആത്മാർത്ഥത ഉണ്ടാവണം. എല്ലാത്തിനും ഒരു ആത്മാർത്ഥത ഉണ്ടാവണം, ഒരു നീതിബോധം ഉണ്ടാവണം. അങ്ങനെ നിങ്ങൾ പോകുമ്പോഴാണ് നിങ്ങളുടെ കൂടെ നല്ല ആളുകൾ നിൽക്കുള്ളൂ. നിങ്ങൾ പറയുന്നതൊന്ന് പ്രവർത്തിക്കുന്നതൊന്ന് അല്ലേ? അങ്ങനെ ആരെങ്കിലും നിൽക്കുവോ? ആരും നിൽക്കില്ല. അവർക്ക് അടുത്ത പണി നോക്കിയിട്ട് പോകും. ഈ രീതിയിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടേതായ ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ട് ഓരോ ലീഡർക്കും, ഓരോ വ്യക്തികൾക്കും. നിങ്ങൾ വന്നിട്ട് ഈ ബിസിനസ്സിൽ ഞാൻ പറഞ്ഞ ഒരു 150 PV കംപ്ലീറ്റ് ചെയ്യണമെങ്കിൽ ചിലപ്പോൾ 3 പേരെ കൊണ്ടുവരും അല്ലെ? 50 വെച്ച് 25 ആണെങ്കിൽ കൂടുതൽ ആളുണ്ടാവും. 150 ആണെങ്കിൽ 2 പേരുണ്ടാവും. ആ 2 പേര് നമ്മുടെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ അപ്ലൈൻ ലീഡേഴ്സിന്റെ വാക്കുകളെ വിശ്വസിച്ചുകൊണ്ടാണ് ഈ ബിസിനസ്സിലേക്ക് വരുന്നതെങ്കിൽ നമുക്ക് അവരോട് എന്തുണ്ടായിരിക്കണം? കമ്മിറ്റ്മെന്റ് ഉണ്ടായിരിക്കണം. മനസ്സിലായ? കമ്മിറ്റ്മെന്റ്. നമ്മൾ 440 രൂപയും മേടിച്ച് നമ്മൾ നിർത്തിപ്പോവുകയല്ല ചെയ്യേണ്ടത്. അവർ ഈ ബിസിനസ് ഏറ്റെടുത്തുകൊണ്ടാണ് നമുക്കൊരു വെൽക്കം ബോണസ് കിട്ടിയത്. അതുകൊണ്ട് നമ്മുടെ ഡ്യൂട്ടി എന്താ? അവർക്ക് ഇതേപോലെ ഒരു വെൽക്കം ബോണസ് വാങ്ങിച്ചു കൊടുക്കണം. അതായിരിക്കണം ഒരു ലീഡറുടെ മനസ്സിലുണ്ടാകേണ്ടത്. ക്ലിയർ അല്ലേ? അല്ലാണ്ട് നമ്മൾ അടുത്ത 2 ആളെ അന്വേഷിച്ചിട്ട് അപ്പുറത്തും ഇപ്പുറത്തും വെച്ചിട്ട് നമ്മൾക്ക് അടുത്ത ഫാമിലി ബോണസ് വാങ്ങാനല്ല നടക്കേണ്ടത്. നമ്മുടെ കൂടെ വന്ന 2 ആളുകൾക്ക് ഇതേപോലെ ഫാമിലി വെൽക്കം ബോണസ് വാങ്ങിച്ചു കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുക. അപ്പൊ അവരോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. ഈ ബിസിനസ്സോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകണം. ഈ സിസ്റ്റത്തോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. ലീഡേഴ്സിനോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാവണം. നിങ്ങൾ കമ്മിറ്റ്മെന്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വിജയിക്കൂല അല്ലെ? ശരിയല്ലേ? തോന്നിയ പോലെ നടന്നാൽ ജീവിതത്തിൽ വിജയിക്കാൻ പറ്റും. എല്ലാത്തിനും നമുക്കൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഭാര്യയോട് കമ്മിറ്റ്മെന്റ് ഉണ്ട്, ഒരു ഭർത്താവിന്. കുട്ടികളോട് വേറൊരു കമ്മിറ്റ്മെന്റ് ഉണ്ട്. ഒരു അധ്യാപകന് സ്കൂളിൽ ചെന്നാൽ കുട്ടികളോട് വേറെ കമ്മിറ്റ്മെന്റ്, സ്വന്തം മക്കളോട് വേറെ കമ്മിറ്റ്മെന്റ്, സമൂഹത്തോട് ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എല്ലാവരും അല്ലെ? ആ കമ്മിറ്റ്മെന്റ് നമ്മൾ പാലിക്കുന്നില്ലെങ്കിലാണ് നമ്മൾ പരാജയപ്പെടാൻ വേണ്ടി പോകുന്നത്. റെസ്പോൺസിബിലിറ്റി, ഉത്തരവാദിത്തം, കമ്മിറ്റ്മെന്റ്, ഇത് ഏറ്റെടുക്കണം നമ്മൾ. എന്നാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അതുപോലെ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഇവിടെ സാർ പറഞ്ഞു. ഡെയിലി കോണ്ടാക്ട് ഉണ്ടാവണം ടീം ലീഡേഴ്സായിട്ട്. വലിയ ടീമാകുമ്പോൾ എല്ലാവരെയും ദിവസം വിളിക്കാൻ പറ്റില്ല. എന്നാലും ഞാൻ ഇന്നലെ പറഞ്ഞതൊക്കെ കുറച്ച് ആളുകളെ സെലക്ട് ചെയ്ത് 10-30 ആളുകളെ നമ്മൾ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഇല്ലെങ്കിൽ ബന്ധത്തിന്റെ ശക്തി കുറഞ്ഞു വരും സ്വാഭാവികമായിട്ടും. നിങ്ങൾ ഡെയിലി വിളിക്കുന്ന സുഹൃത്തും അല്ലെ? നിങ്ങൾ ഒന്നിച്ച് പഠിച്ച കുറെ ആളുകൾ ഉണ്ടാവും അല്ലെ? നാട്ടിലുള്ള കുറെ സുഹൃത്തുക്കൾ ഉണ്ടാവും, പലതരത്തിലുള്ള ആളുകളുണ്ടാവും. ഇവരെ ഡെയിലി നിങ്ങളെ പലരും വിളിക്കാറുണ്ടോ? ഇല്ല. കാര്യത്തിന് വേണ്ടി മാത്രം വിളിക്കുന്ന ആളുകളുണ്ട്. എന്തെങ്കിലും കാര്യം നേടാൻ വേണ്ടി മാത്രം വിളിച്ച് സൂചിപ്പിക്കും. ഓ ഭയങ്കരാണെന്ന് പറയും അല്ലേ? പക്ഷെ ഡെയിലി കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുമ്പോൾ നമ്മൾ ബന്ധങ്ങൾ ശക്തമാകുന്നുള്ളതാണ്. ബന്ധങ്ങളുടെ ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിങ്. ഇവിടെ ബന്ധങ്ങൾ തീർന്നാൽ ഡയറക്ട് സെല്ലിംഗ് ഇല്ല കേട്ടാ. ഇത് റിലേഷൻഷിപ്പ് ബിസിനസ് ആണ്. കാരണം ഈ ബിസിനസ് നിങ്ങളുടെ കയ്യിൽ കിട്ടിയാൽ നിങ്ങൾ ആദ്യം പോകുന്ന എടുത്തേക്കാം. ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അറിയാത്തവരെ കൊണ്ട് വിളിക്കുകയാണ്. ആണോ? നിങ്ങൾ എന്താ ചെയ്യാ ഈ ബിസിനസ് ഡെവലപ്പ് ചെയ്യുക? ആദ്യം നമ്മുടെ റിലേഷൻസ് പെട്ട ആളുകളെ, നമ്മുടെ ബന്ധങ്ങളിൽ, ഇപ്പൊ ബന്ധം എന്ന് പറഞ്ഞാൽ രക്തബന്ധം മാത്രമല്ല ബന്ധം എന്ന് പറയുന്നത്. രക്തബന്ധത്തെക്കാൾ വലിയ ബന്ധമാണ് ഇപ്പം ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അല്ലെ? അപ്പോ ഈ ബന്ധങ്ങളിലൂടെ വളരേണ്ട ബിസിനസ് ആണ് ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ബന്ധങ്ങളുടെയും ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും ലിസ്റ്റാണ് നമ്മൾ ആദ്യം തയ്യാറാക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ ബന്ധങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. ബന്ധങ്ങൾ നിലനിർത്തണമെങ്കിൽ എന്ത് വേണം? ഗീവ് റെസ്പെക്ട്, ദെൻ ടേക്ക് റെസ്പെക്ട്. ബഹുമാനിക്കണം. ഞാൻ കരീം സാറിനെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ കരീം സാർ എന്നെ മൈൻഡ് ചെയ്യും അല്ലെ? 2 വർത്താനം പറഞ്ഞു പോയി പണി നോക്കാൻ പറയും കരീം സാർ അല്ലെ? ഞാൻ കരീം സാറിനെയൊക്കെ വളരെ ആദരവോടും ബഹുമാനത്തോടും സ്നേഹത്തോടും, അപ്പൊ ഞാൻ എന്ത് പറഞ്ഞാലും കരീം സാർ എനിക്ക് ചെയ്തു തരും. കാരണം അങ്ങനെയാണ് ഞങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത്. അപ്പൊ ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. മറ്റുള്ളവരെ നിങ്ങൾ ബഹുമാനിക്കാൻ പഠിക്കണം.
ചില ലീഡർമാർ ചോദിക്കും ഞാൻ വലിയ ലീഡറാണ്, എന്നെ എല്ലാവരും ഒന്ന് വിളിക്കട്ടെ, എന്നെ ഒന്ന് ബഹുമാനിക്കട്ടെ, എന്നെ കാണുമ്പോൾ ഇങ്ങോട്ട് തൊഴാൻ വരട്ടെ. നടക്കൂല കേട്ടോ മക്കളെ. പോയി പണി നോക്കാൻ പറയും ഇല്ലേ. ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. ഞാൻ സത്യം സാറിനെ കാണുമ്പോൾ ഹലോ സാറേ അടിപൊളി എന്ന് പറഞ്ഞിട്ട് സ്നേഹത്തോടെ ചേർത്ത് നിർത്തുമ്പോൾ അദ്ദേഹത്തെ എന്റെ അടുത്ത് അടുക്കുള്ളൂ. ഞാനിങ്ങനെ വലിയ മസിൽ പിടിച്ചെന്ന് സത്യം സാർ എന്റെ അടുത്തേക്ക് വരുമോ? പോയി പണി നോക്കാൻ പറയും അല്ലേ. ശരിയല്ലേ അത്? അതുകൊണ്ട് ഗീവ് റെസ്പെക്ട് ആൻഡ് ടേക്ക് റെസ്പെക്ട്. നിങ്ങൾ എന്തൊക്കെയാണോ കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുന്നത് അതാണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. അതാണ് ഏറ്റവും വലിയ ലീഡറിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത്. എല്ലാവരോടും സ്നേഹത്തെ ചേർത്ത് ഗീവ് റെസ്പെക്ട്. നമ്മുടെ ടീം മെമ്പേഴ്സിനെ റെസ്പെക്ട് ചെയ്യണം. എല്ലാവരും ദൈവത്തിന്റെ മുമ്പിൽ സമാനരാണ്, തുല്യരാണ്. ചിലയാൾക്ക് സൗന്ദര്യം ഉണ്ടാവും, ചിലയാൾക്ക് കറുപ്പത്തനായിരിക്കും, ചിലയാൾക്ക് വികൃത രൂപമായിരിക്കും. മനസ്സിലായില്ലേ? ഇതെല്ലാം ഒരു പൂന്തോട്ടത്തിലെ പൂക്കളാണ് എന്റെ മക്കളെ. മനസ്സിലായ? ഇതെല്ലാം ദൈവ സൃഷ്ടിയാണ്. അതുകൊണ്ട് എല്ലാവരെയും ഒരുപോലെ സമഭാവനയോട് കാണാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. അവിടെയാണ് നിങ്ങളുടെ ലീഡർഷിപ്പ് ഉയർത്തപ്പെടുന്നത്. പാർഷ്യാലിറ്റി പാടില്ല. ചില ആളുകളുണ്ട് അല്ലേ, അങ്ങനെയുള്ള എല്ലാവരോടും ചേരത്തില്ല. നമ്മളെല്ലാവരും സമഭാവനയോട്. ഒരു പൂന്തോട്ടത്തിൽ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാവും അല്ലേ, പല വലുപ്പത്തിലുള്ള പൂക്കൾ ഉണ്ടാവും അല്ലേ, പല സുഗന്ധമുള്ള പൂക്കൾ ഉണ്ടാവും. ഇതെല്ലാം ദൈവ സൃഷ്ടിയല്ലേ. അതുപോലെ ആയിരിക്കണം നമ്മൾ എല്ലാവരെയും ചേർത്ത് പിടിച്ച് അവരുടെ ഹൃദയത്തിലേക്ക് നിങ്ങൾക്ക് കൂട്ടാൻ വേണ്ടി സാധിക്കുകയാണെങ്കിലാണ് നിങ്ങളൊരു ലീഡറായിട്ട് മാറും. അവരുടെ ഹൃദയത്തിൽ നിങ്ങൾക്കൊരു സ്ഥാനം ഉണ്ടാകണം. അത് 1 or 2 ദിവസം കൊണ്ട് നേടിയെടുക്കാൻ പറ്റുന്നതല്ല ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. അത് നമ്മുടെ പ്രവൃത്തിയിലൂടെ നേടിയെടുക്കേണ്ടതാണ്. സത്യസന്ധമായ വഴിയിലൂടെ പോകുമ്പോൾ നിങ്ങളെ ഓരോരുത്തരും ലീഡറായിട്ട് അംഗീകരിക്കും. അല്ലാണ്ട് ഞാനാണ് നിങ്ങളുടെ ലീഡർ കേട്ടോ, നാളെ ഇത്ര മണിക്ക് ഇന്ന സ്ഥലത്ത് വരണം എന്ന് കമാൻഡ് ചെയ്യല്ല വേണ്ടത്. അവരിങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും. മനസ്സിലായ? ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യും. ആ രീതിയിലേക്ക് നമുക്ക് മാനസികമായിട്ട് വളരാൻ വേണ്ടി സാധിക്കണം. അപ്പോഴാണ് നിങ്ങൾ ഒരു യഥാർത്ഥ ലീഡറായിട്ട് മാറുന്നത്. ക്ലിയർ ദ പോയിന്റ് അല്ലേ? കറക്റ്റ് അല്ലേ? മറ്റുള്ളവരുടെ ഹൃദയത്തിൽ നമുക്ക് അംഗീകാരം കിട്ടുന്നത് എങ്ങനെയാ കിട്ടുന്നത്? നമ്മുടെ പ്രവൃത്തിയിലൂടെയാണ് കിട്ടുന്നത്. നല്ല നല്ല പ്രവൃത്തിയിലൂടെ, നല്ല വാക്കുകളിലൂടെ നമ്മൾ സത്യസന്ധമായിട്ട് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അറിയാതെ അവര് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങും, അംഗീകരിക്കാൻ തുടങ്ങും. അതാണ് ലീഡർഷിപ്പ് എന്ന് പറയുന്നത്. ലീഡർഷിപ്പ് പിടിച്ചു വാങ്ങേണ്ടതല്ല. ആണോ? ഞാനാ നിങ്ങളുടെ ലീഡർ, ഞാൻ പറയും പോലെ എല്ലാവരും കേൾക്കണം. ഇത് നടക്കുവോ? അങ്ങനെയുണ്ട് ചില ആളുകൾ. ഞാൻ നിങ്ങളുടെ ലീഡറാണ്, ഞാൻ പറയും പോലെ നിങ്ങളെല്ലാം കേൾക്കണം. അങ്ങനെയല്ല ചെയ്യേണ്ടത്. അവരെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് അവരോടും കൂടി ചേർന്നിരുന്ന് സംസാരിച്ചുകൊണ്ട് നമുക്ക് നമ്മുടെ ടീമിനെ മുന്നോട്ട് നയിക്കാൻ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം, എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത് എന്നുള്ള ഒരു ചർച്ച വെച്ചുകൊണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ആദ്യം കേൾക്കണം. എന്നിട്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് മുന്നോട്ട് നമുക്ക് പോകാൻ സാധിക്കണം. അതാണ് ലീഡർ എന്ന് പറയുന്നത്. അടിച്ചേൽപ്പിക്കുന്നതല്ല. ഞാനാണ് രാജ്യം അല്ലെ, ലൂയി 14 പറഞ്ഞ കണക്കെ ഞാനാണ് ലീഡർ, ഞാൻ പറയുന്നത് എന്റെ ടീമിൽ മുഴുവൻ ആളുകളും കേട്ടോളൂ. നടക്കില്ല. ബന്ധങ്ങൾ നിശ്ചയ ഈ ബിസിനസ് തീർന്നു കേട്ടോ. ഒരാളുടെ മനസ്സിൽ പോലും ഒരു ഹൃദയവേദന ഉണ്ടാക്കുന്ന വാക്കുകൾ നിങ്ങൾ സംസാരിക്കരുത്. നിങ്ങൾ ടെൻഷനിലായിരിക്കും, വീട്ടിൽ പ്രശ്നം ഉണ്ടാവും. അപ്പോഴായിരിക്കും അല്ലെ സിന്ധു മാഡം ഫോൺ വിളിക്കുന്നത്. അപ്പം വീട്ടിലുള്ള ദേഷ്യം മുഴുവൻ സിന്ധു മാഡത്തോട് കാണിച്ചിട്ട് വലിയ കാര്യമുണ്ടോ? ആ പാവം എന്തറിഞ്ഞു അല്ലെ? ആ ദേഷ്യം വെച്ചിട്ടാണ് നമ്മൾ സംസാരിക്കുക. നെവർ. നിങ്ങൾ ടെൻഷനിലാണ്, നിങ്ങൾ എന്ത് ചെയ്യണം? ഞാനൊരു കുറച്ച് കഴിയുമ്പോൾ തിരിച്ചു വിളിക്കാം കേട്ടോ, അപ്പൊ ഞാനിപ്പോ ബിസിയാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഫോൺ താഴെ വെക്കാൻ വേണ്ടി സാധിക്കും. ആ ദേഷ്യത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കരുത്. ഭർത്താവും ഭാര്യയും തമ്മിൽ ഉടക്കി നിൽക്കുകയാണ് അല്ലെ. അപ്പൊ ആ സമയത്താണ് ടീമിലുള്ള ആള് വിളിക്കുന്നത്. അപ്പൊ അവരോട് ഭയങ്കര നീ എന്തോ എത്ര ദിവസമായി നീ എൻട്രി വെച്ചിട്ട് നിനക്ക് ഫാമിലി കോൺസ് വല്ലതും കിട്ടിയിട്ടുണ്ടോ, നീ വലിയ ലീഡറാന്ന് പറഞ്ഞിട്ട് നടന്നതിനെ കൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, 10 പൈസ കിട്ടാൻ പോകണില്ല, ഇങ്ങനെയൊന്നും പറയല്ലേ പ്ലീസ്. അപ്പൊ അവരോട് പറയാ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വിളിക്കാം. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് തണുക്കും അല്ലെ. ഭർത്താവ് ലഹളയൊക്കെ കൂടി പോയി കുറച്ച് കഴിയുമ്പോൾ ഭർത്താവ് ഇങ്ങോട്ട് വിളിക്കും അല്ലേ. ഇവള് വല്ല കടുങ്കൈ കാണിച്ചോ? ചില ഭർത്താവ് ഞാൻ ഇപ്പം തൂങ്ങിച്ചാവുന്നൊക്കെ പറയും. അങ്ങനെ ചില ഭാര്യമാരുണ്ട്. നിങ്ങൾ വരുമ്പോഴൊക്കെ എന്നെ കാണൂല മനുഷ്യ, കാണിച്ചു തരാ നിങ്ങൾക്ക് ഇതൊക്കെ. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ ഭർത്താവ് വിളിക്കും. ഭർത്താവ് വിളിക്കുമ്പോ എന്ത് ചെയ്യും? കട്ട് ചെയ്ത് കളയും ദേഷ്യം പിടിച്ചിട്ട് അല്ലേ. ഇതെല്ലാം കുടുംബത്തിൽ നടക്കുന്ന കാര്യമാണ്. തമാശ രൂപത്തിൽ പറഞ്ഞേ ഉള്ളൂ. അല്ലെങ്കിൽ മക്കളായാലും ആരായാലും മക്കൾക്ക് സാധനം കൊടുത്തില്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച സംഭവങ്ങളൊക്കെ കാശ് ചോദിച്ചാലോ ഇന്ന് കൊടുത്തില്ല, അവർ പെട്ടെന്ന് പണങ്ങി പോകും. അപ്പൊ ഇതൊന്നും നമ്മൾ മനസ്സിനെ എപ്പോഴും ശാന്തമാക്കി കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കണം. അപ്പൊ കുറച്ച് കഴിയുമ്പോൾ നമ്മൾ കൂളാവും. കൂളായി കഴിയുമ്പോൾ അവരെ വിളിക്കുക. അപ്പൊ നമ്മുടെ കുടുംബ പ്രശ്നങ്ങളോ മറ്റ് മാനസിക പ്രശ്നങ്ങളോ ഒന്നും തന്നെ നമ്മൾ ടീമിലേക്ക് കൊടുക്കാൻ വേണ്ടി, ടീമിൽ എപ്പോഴും പോസിറ്റീവ് ആയിരിക്കണം നമ്മൾ.
എനിക്ക് പ്രയാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്തവരാരാ ഈ ലോകത്തുള്ളത്? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ, ചുമരിൽ ആണി അടിക്കുന്നുണ്ട് അല്ലെ പഴയ കാലത്ത്. ഇപ്പൊ ചുമരിൽ നിന്ന് ആണി അടിക്കുന്നത് ഇപ്പൊ പുതിയ സംവിധാനങ്ങളാണ് അല്ലെ. ഇവിടെ പഴയ വീടുകളിലൊക്കെ ചുമരിൽ ആണി അടിച്ച് കയറ്റിയിട്ടാണ് എന്ത് ചെയ്യുക, ഫോട്ടോ ഒക്കെ തൂക്കുക അല്ലെ. കലണ്ടർ ആയാലും ഫോട്ടോസ് ആയാലും കുറെ ആളുകളെ ഭഗവാന്റെ ഫോട്ടോ ഉണ്ടാവും, മരിച്ച ആളുകളുടെ ഫോട്ടോ ഉണ്ടാവും, നല്ല സീനറി ഉണ്ടാവും ഇല്ലേ. ആണി അടിച്ച് കയറ്റും. കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങൾ ആണിയൊക്കെ അവിടുന്ന് പറിച്ചു എന്നായിരിക്കും. ഈ ഫോട്ടോ ഒക്കെ എടുത്ത് മാറ്റി ആണി ഇങ്ങോട്ട് പറിച്ചാൽ എന്താ സംഭവിക്കുക? ആണി പറിച്ചാൽ എന്താ സംഭവിക്കുക? ആർക്കൊന്നും ഉണ്ടായില്ലേ. ആണി പറിച്ചാൽ ആ ഭിത്തിയിൽ ആ ആണി അടിച്ചതിന്റെ ഒരു അടയാളം ഉണ്ടാവും. സ്വർണ്ണോ ആണി പിടിച്ച് വലിച്ചു നോക്കി നിങ്ങൾ, ഒരു അടയാളം ഉണ്ടാവും അവിടെ. അതുപോലെയാണ് എന്റെ പൊന്നു സുഹൃത്തുക്കളെ, നിങ്ങൾ ചില ആളുകളോട് ആവശ്യമില്ലാത്ത വാക്കുകൾ, ഞാൻ വലിയ ലീഡറാണ് എന്നുള്ള നിലയിൽ സംസാരിച്ചാല് അവരുടെ ഹൃദയത്തിലുണ്ടല്ലോ ഈ ആണി പറിച്ചാലും അല്ലെ, നമ്മൾ പിന്നെ സോറി പറയാണ്, സോറി കേട്ടാ ഞാൻ അങ്ങനെ അറിയാതെ പറഞ്ഞു പോയി എന്ന് പറഞ്ഞാൽ പോലും ഈ ആണി പറിച്ചതിന്റെ ആ ഒരു ഭിത്തിയിലുള്ളതുപോലെ അവരുടെ ഹൃദയത്തിൽ ഒരു വേദന ഉണ്ടാവും. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒരിക്കലും നമ്മൾ സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധയോട് കൂടിയിട്ട് വേണം നമ്മുടെ ടീം ലീഡേഴ്സിനോട്, അസോസിയേറ്റ്സിനോട് സംസാരിക്കും. ഒരാളുടെ ഹൃദയത്തിൽ വേദന ഉണ്ടാക്കാൻ നമ്മൾ പാടില്ല. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും വളരെ കാമൻ ക്വയറ്റായിട്ട് അവരോട് സംസാരിക്കുക. അവർ ചിലപ്പോൾ തെറ്റ് ചെയ്തിട്ടുണ്ടാവും. ആ തെറ്റുകളെ നമ്മൾ പിന്നീട് പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് തെറ്റുകൾ തിരുത്തുമായിരുന്നു, ഉറപ്പായിട്ട് തിരുത്തും. തെറ്റുകൾ തിരുത്തണം. തെറ്റുകൾ വന്നാൽ നമ്മൾ തിരുത്തുമ്പോഴാണ് നമ്മൾ ഉയർത്തപ്പെടുന്നത് അല്ലെ. തെറ്റുകൾ തിരുത്തുമ്പോൾ നമ്മൾ ഒരാളുടെ മുമ്പിൽ താണു പോവുകയല്ല ചെയ്യുന്നത്. ചില ആൾക്ക് അങ്ങനെയുണ്ട്, ഞാൻ സോറി എന്ന് പറഞ്ഞാൽ അയാൾ താണുപോയി, ഞാൻ വലിയവനായിപ്പോയി. അല്ലല്ല, തെറ്റ് തിരുത്തുന്നവനാണ് ഉയർത്തപ്പെടുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഓക്കെ, ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും, സോറി. അപ്പോ ഇങ്ങനെ എല്ലാവരും നല്ല ക്വാളിറ്റി ഉള്ള ലീഡേഴ്സ് ആയിട്ട് മാറുക. അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത നല്ല ലീഡേഴ്സ് ആയിട്ട് നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ ഇങ്ങനെ തിളങ്ങി വരും. നിങ്ങളുടെ ലീഡർഷിപ്പ് തിളങ്ങുമ്പോൾ ഒരു സംശയം വേണ്ട, നിങ്ങളിലേക്ക് നൂറുകണക്കിന് ആളുകൾ വരും. ലോകത്തിലെ ഏറ്റവും വലിയ പവർഫുൾ ആയ മാഗ്നറ്റ് ആണ് നിയോഡൈമിയം എന്ന് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ ബിസിനസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അതിനേക്കാൾ നിയോഡൈമത്തിനേക്കാൾ പവറുള്ള ലീഡേഴ്സ് ആയിട്ട് ആളുകളെ ആകർഷിക്കാൻ കഴിവുള്ള അല്ലെ, നമ്മളെ ബ്ലഡ് സർക്കുലേഷനെ പ്രോപ്പർ ആക്കാൻ വേണ്ടിയിട്ട് അല്ലെ, ബ്ലഡിൽ അയൺ കണ്ടന്റുമായിട്ട് പ്രവർത്തിച്ച് അല്ലെ, വേൾഡിലെ തന്നെ നമ്പർ 1 പവർഫുൾ കിങ് ഓഫ് ദ മാഗ്നറ്റ് എന്നറിയപ്പെടുന്ന നിയോഡൈമ്യത്തിനെ പോലെ ഒരു നിയോഡൈമ്യമായിട്ട് മാറാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കണം. മറ്റുള്ള ആളുകളെ നിങ്ങൾക്ക് ആകർഷിക്കുന്ന രീതിയിൽ നിങ്ങളുടെ ലീഡർഷിപ്പ് ഉയർത്താൻ വേണ്ടിയിട്ട് നമ്മുടെ പ്രവർത്തനത്തിലൂടെ നിങ്ങൾക്ക് സാധിക്കണം. അതിന് കുറേ നമ്മൾ സ്ഫുടം ചെയ്ത് എടുക്കേണ്ടതുണ്ടെന്നാണ് എനിക്ക് ഈ സുപ്രഭാതത്തിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത്. എല്ലാവരും ഗ്രേറ്റ് ലീഡേഴ്സ് ആണ്, നല്ല മനസ്സുള്ളവരാണ്, ആത്മാർത്ഥതയുള്ളവരാണ്, നല്ല കമ്മിറ്റ്മെന്റ് കാണിക്കുന്നവരാണ്. ഒരു സംശയം വേണ്ട, നിങ്ങൾക്ക് എല്ലാവർക്കും വലിയ അച്ചീവേഴ്സ് ആയിട്ട് മാറാൻ വേണ്ടി സാധിക്കും. ഇന്നലെ പുതിയ അപ്ഡേഷൻസ് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഡാഷ്ബോർഡിൽ നോക്കി അടുത്ത പേ ഔട്ട് ഡേറ്റ് കാണാം. 19-ാം തീയതിയാണ് അടുത്ത പേ ഔട്ട്. ഇന്ന് 17-ാം. 19-ാം തീയതി പേ ഔട്ട് കിട്ടണമെങ്കിൽ ഇന്നും നാളെയൊക്കെ എൻട്രി വെക്കണം കേട്ടോ. നാളെ വൈകിട്ട് 5 മണിക്ക് മുമ്പുള്ള കട്ട് ഓഫിൽ ആക്ടിവേഷൻ ചെയ്യുന്നവർക്കെല്ലാം മറ്റന്നാൾ ക്യാഷ് കിട്ടും. 19-ാം തീയതി ക്യാഷ് കിട്ടും. ഇന്ന് കോട്ടയം NDOP ആണ്. NDOP-യിൽ വളരെ പ്രാധാന്യമുണ്ട്. NDOP-യിൽ പങ്കെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ ബിസിനസ്സിലൂടെ എങ്ങനെ വിജയിക്കാൻ സാധിക്കുന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. NDOP-യിലാണ് പഠിപ്പിക്കുന്നത്, BOP-യിൽ ഒന്നുമില്ല. BOP-യിൽ പ്രൊഡക്റ്റും കാര്യങ്ങളും ഇൻഡസ്ട്രിയെ കുറിച്ച് ജസ്റ്റ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ. NDOP-കൾ നമുക്ക് നിർബന്ധമായിട്ടും ഓരോ പ്രദേശങ്ങൾ അവരവരുടെ ടീമുകൾ നടത്തുന്നുണ്ട്. കമ്പനി NDOP-കളുണ്ട്. ഓരോ മാസത്തിൽ ഒരു NDOP ഓരോ സ്ഥലങ്ങളിൽ ഉണ്ടാവും. ആ പ്രോഗ്രാമിൽ വന്നിട്ട് ഇല്ല എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെ ചെയ്യാൻ വേണ്ടി പാടില്ല മുതലായ കാര്യങ്ങളെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് സംസാരിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമാണ് NDOP. അതുകൊണ്ട് ഇന്ന് ആ പ്രദേശത്തുള്ള എല്ലാ ലീഡേഴ്സും തങ്ങളുടെ മാക്സിമം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആയിട്ട് കൃത്യസമയത്ത് തന്നെ ആ പ്രോഗ്രാമിൽ എത്തിച്ചേരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കുക. നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ലീഡർഷിപ്പ് എന്താണെന്ന് ഇപ്പോൾ മനസ്സിലാക്കി കഴിഞ്ഞിട്ട് ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ടീമിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് ആവശ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. അങ്ങനെ പോകുമ്പോൾ എല്ലാ വിജയവും നിങ്ങൾക്ക് നേരുന്നു. അങ്ങനെ അതിനുള്ള ആർജവും ഊർജവും ശക്തിയും മനസ്സും നിങ്ങൾക്ക് ഈശ്വരൻ ഓരോരുത്തർക്കും പ്രദാനം ചെയ്യട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് രാത്രി നമ്മുടെ റിസൾട്ട് സെക്ഷനാണ്. എല്ലാവരും പങ്കെടുക്കണം. എല്ലാവരും റിസൾട്ട് സെക്ഷനിൽ പങ്കെടുക്കണം. നിങ്ങൾക്ക് കിട്ടിയ റിസൾട്ടുകൾ പറയണം, കൊടുത്ത ആളുകൾക്ക് റിസൾട്ട് പറയണം. എല്ലാവരെയും കൃത്യമായിട്ട് അതിനകത്തേക്ക് പങ്കെടുപ്പിക്കാൻ ശ്രമിക്കണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് വിജയാശംസകളോടെ നിർത്തട്ടെ. ജയ് 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 ഈ ബെറ്റർ. താങ്ക് യു സോ മച്ച്. പങ്കെടുത്ത എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി രേഖ. താങ്ക് യു.